Sakshi Apologetics Network presents Indian Astra 2026 Apologetics Summit and Training. For more details, 9447578930. ഇന്നലെയും ഇന്നും എന്നേക്കും മനന്യനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. സെഷൻ ഒരെണ്ണം കൂടിയുണ്ട്, ഒരു പാനൽ സെഷനുണ്ട്. എന്നാൽ അവസാന പ്രസംഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് മുൻപേ ഇവിടെ പ്രസംഗിച്ച എല്ലാ ദൈവദാസന്മാരിൽ നിന്നും വ്യത്യസ്ത വിഷയങ്ങളിൽ ധാരാളം പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഞാനും നിങ്ങളുടെ മുമ്പാകെ ഒരു ഖണ്ഡന പ്രസംഗമാണ് നടത്താൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ആർഷവിദ്യാസമാജത്തിലെ അധ്യാപകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീ VR മധുസൂദനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹിന്ദുധർമ്മത്തെ വിമർശിക്കുന്ന പാസ്റ്റർമാർക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ കണ്ടപ്പോൾ വീഡിയോ കാണാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത, ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി, ഹിന്ദുക്കൾക്ക് എന്താണ് അതിന് പറയാനുള്ള മറുപടി, ഇതാണ് അദ്ദേഹം പറയുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ വീഡിയോ കണ്ടപ്പോഴാണ് ആരോ എഴുതി കൊടുത്തത് ടെലിപ്രോംപ്റ്ററിൽ നോക്കി വായിക്കുകയാണ് അദ്ദേഹം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് അദ്ദേഹം എഴുതിയതല്ല, വേറെ ആരും എഴുതി കൊടുത്തതാണ്. കാരണം ഇപ്പം നമ്മൾ എഴുതിയത് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. എന്നാൽ മറ്റാരെങ്കിലും എഴുതി കൊടുത്തത് നമ്മൾ വായിക്കുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യമായിട്ടാണ് ഇത് വായിക്കുന്നത്, സ്ക്രിപ്റ്റ് വായിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെയാണ് ആ ഒരു ഭയന്ന ഇതിലാണൊക്കെയാണ് പുള്ളി ഇതാകുന്നത്. ഇനി അതുമാത്രമല്ല, പാസ്റ്റർമാർക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണത്തിനും ഒരു മറുപടി അദ്ദേഹം പറയുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് മുമ്പ് ബഹുമാനപ്പെട്ട കെ തോമസ് പാസ്റ്റർ MM അക്ബറിന് മറുപടി എന്ന് പറയുമ്പോൾ ബൈബിളിനെതിരെ ഉന്നയിച്ചതിന് നമ്മുടെ ബൈബിളിൽ നിന്നുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പ് അജീഷ് ബ്രദർ സംസാരിച്ചപ്പോഴായാലും അവർ നമുക്കിതിൽ ഉന്നയിച്ചതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ബൈബിളിൻ്റെ മറുപടിയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പം നമ്മളും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന്. ധാരാളം വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, സാക്ഷിയുടെ ആയിട്ടും സാക്ഷിയല്ലാതെ മറ്റ് സഹോദരന്മാരുടെയൊക്കെ ആയിട്ട് ധാരാളം വീഡിയോകൾ ഹിന്ദുത്വക്കെതിരെയായിട്ട്, ഹിന്ദുത്വ ഭീകരന്മാർക്കും എതിരായിട്ട് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നുമില്ല. അദ്ദേഹം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളമായിട്ട് സംഘപരിവാർ ക്രൈസ്തവർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, ബൈബിളിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും ഉയർത്തിയിരിക്കുന്നത്. അല്ലാണ്ട് പുതിയതൊന്നുമില്ല. പലവട്ടം മറുപടി പറഞ്ഞിട്ടുള്ള, പല പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുള്ള ആരോപണം തന്നെ പിന്നെയും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും അതുപോലെ മറ്റ് മതങ്ങളിലൊക്കെയുള്ള സംവാദകരെന്ന് പറയുന്നവരും തമ്മിലുള്ള വ്യത്യാസം, ഏറ്റവും വലിയ വ്യത്യാസം. ബൈബിളിനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നമുക്കതിന് കൃത്യമായിട്ട് മറുപടിയുണ്ട്. നമ്മുടെ ദൈവം അതിനുള്ള മറുപടി തിരുവചനത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് ഉത്തരം കൊടുത്താൽ മതി, പ്രതിവാദം പറഞ്ഞാൽ മതി. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർ നേരിടുന്നൊരു വലിയ പ്രശ്നം ഇതാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ കിതാബിൽ എങ്ങനെയൊക്കെ പോയി പരതിയാലും ഉത്തരവില്ല. പിന്നെ അതിനുവേണ്ടി ഉരുണ്ട് കളിക്കേണ്ടി വരും. അത് നമ്മൾ രാവിലെ ജെറി ബ്രദറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കേൾക്കുകയുണ്ടായി. ഓരോരോ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സംഗതി ഉണ്ടാക്കി കൊണ്ടുവരും. അതിന് ചോദ്യം വരുന്ന സമയത്ത് അടുത്തത്, ഇതിങ്ങനെ കയറി പോകണം, ഇതിൻ്റെ അവസാനമില്ല, അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് അവരുടെയൊക്കെ ഗതികേടെന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല, മറുചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മളും ചോദിക്കാറുണ്ട്, അങ്ങോട്ട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം കുറച്ച് മുമ്പ് കെ തോമസ് പാസ്റ്റർ ആയാലും അജീഷ് ബ്രദറൊക്കെ ആയാലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്? നമുക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഇതേപോലത്തെ വിഷയം നിങ്ങൾക്കും ബാധകമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നത്. അല്ലാതെ നമുക്കെതിരെ വന്ന ആരോപണം നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് അത് അങ്ങനെ ഒരു ചോദ്യമേ ഞങ്ങൾക്കെതിരെ വന്നിട്ടില്ല എന്നുള്ള നിലയിലല്ല നമ്മൾ മറുചോദ്യം ചോദിക്കുന്നത്, ആൻസർ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ചോദ്യം, ഇത് സംഘപരിവാറിൻ്റെ ഒരു മഞ്ഞ പുസ്തകമുണ്ട്. ഈ മഞ്ഞ പുസ്തകം എന്ന് ഞാൻ പറഞ്ഞത് കളിയാക്കി പറഞ്ഞതല്ല, മഞ്ഞ കവറൊക്കെ ഉള്ളൊരു പുസ്തകം, മഞ്ഞ പുറഞ്ചട്ടയുള്ള പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സുവിശേഷവുമായിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി വന്നു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണമെന്ന് പറഞ്ഞ് ഈ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ആ പുസ്തകത്തിനകത്തുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലായാലും അല്ലെങ്കിൽ ഇത് വേറെ സ്ഥലങ്ങളിൽ പലയിടത്ത് ആ ചോദ്യങ്ങൾ ഞങ്ങൾ കുറേ അടുത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്.
അത് സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് കേൾക്കുന്നത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, നിയമപരമായിട്ട് കോടതികളിൽ പോലും നമ്മളത് അത്തരം ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയം അതും കൂടി ഞാനൊന്ന് പറയാം. അതായത് കോടതിയിൽ എന്ന് പറയുന്നത് 2008 കർണാടകയിൽ 2008 ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ, പ്രൊട്ടസ്റ്റൻ്റുകാരെന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും നേരെയായിട്ട് ധാരാളം ആക്രമണങ്ങൾ നടന്നിരുന്നു. ഏതാണ്ട് ഒരു 57ഓളം ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടു. പിന്നെ പല ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടു, പാസ്റ്റർമാരും വൈദികരും കന്യാസ്ത്രീകളും ഇങ്ങനെയുള്ളവരൊക്കെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് മംഗലാപുരത്ത്, അതുപോലെ ബാംഗ്ലൂരിലെ ചില ഭാഗങ്ങളിൽ, ചിക്കമംഗ്ലൂർ, ഉടുപ്പി, കോലാർ, ധാർവാഡ് ഇങ്ങനെയൊക്കെയുള്ള പല ജില്ലകളിലായിട്ടാണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെയധികം പ്രഷർ അന്ന് അവിടെ കർണാടക അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണ്. സംഘപരിവാറിന് നേരെ പലയിടങ്ങളിൽ നിന്ന് ഇത് വന്നു. അതായത് ക്രിസ്ത്യാനികൾ പലയിടങ്ങളിലും പ്രതിഷേധം ഉണ്ടാക്കി, അവരുടെ സ്കൂളുകളെല്ലാം അടച്ചിടുകയൊക്കെ ചെയ്തു. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷാവകാശ കമ്മീഷനൊക്കെ ഇടപെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് സോമശേഖര കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കമ്മീഷൻ്റെ അന്വേഷണത്തിന് ഏതാണ്ട് 57 ചർച്ചുകൾക്കെതിരെ നടന്ന അതിക്രമം അന്വേഷിക്കുക, അതായിരുന്നു കമ്മീഷനെ ഏൽപ്പിച്ച ജോലി. അപ്പോൾ കമ്മീഷനെ പലയിടങ്ങളിൽ പോയി തെളിവെടുപ്പും മറ്റുമൊക്കെ നടത്തി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇത് കമ്മീഷൻ്റെ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് കമ്മീഷൻ വഴിമാറി പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു സംഘടനകളുടെ അഭിഭാഷകരുണ്ടല്ലോ, അവർ കമ്മീഷൻ്റെ മുമ്പാകെ ക്രിസ്ത്യാനികൾക്കെതിരെ കുറേ ആരോപണം വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ മഞ്ഞ പുസ്തകം, RSSൻ്റെ മഞ്ഞ പുസ്തകം, ആ പുസ്തകത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ ആരോപണങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കമ്മീഷൻ്റെ അന്വേഷണ പരിധി വരുന്നതല്ല. കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന ഇടങ്ങളിൽ അതിക്രമങ്ങൾ നടന്നു, ആ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തുക, ഇതൊക്കെയാണ് കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ തിയോളജിക്കൽ വിഷയങ്ങൾ ചർച്ച ചെയ്യലല്ല, ബൈബിളിനകത്ത് എന്തുണ്ടെന്നുള്ള ചർച്ച ചെയ്യലല്ല. അപ്പോൾ കമ്മീഷൻ പക്ഷേ ഇതാണ് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നത്. കമ്മീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കർണാടകയിലുണ്ടായിരുന്ന ഒരുമാതിരി എല്ലാ സഭകൾക്കും മെയിൽ അയക്കുകയാണ്. എന്താണ്? ഈ RSSൻ്റെ ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകൾ കമ്മീഷൻ്റെ മുമ്പാകെ ബൈബിളിനെതിരെ ഉയർത്തിയ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കർണാടകയിലുള്ള ക്രൈസ്തവ നേതാക്കൾ ഇതിനെ എതിർത്തു. കാരണം ഇത് കമ്മീഷൻ്റെ അന്വേഷണ പരിധി വരുന്നതല്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ തിയോളജിക്കൽ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ആൻസർ ചെയ്യേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ നമ്മുടെ ഭാഗത്തു നിന്നുള്ള വക്കീലന്മാരുണ്ടല്ലോ, അവർക്ക് വക്കീലുള്ള പോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള വക്കീലന്മാരുണ്ട്. അപ്പോൾ ആ വക്കീലന്മാർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ശരിയാകില്ല. കാരണം കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ബൈബിളിനെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു, ആ ആരോപണങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലും അതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളത് ക്രൈസ്തവർക്ക് നാണക്കേടുണ്ടാക്കും, ദേശീയ തലത്തിൽ തന്നെ അത് നാണക്കേടുണ്ടാക്കുന്ന സംഗതിയാണ് എന്ന് ആ ഒരു നിലപാടായിരുന്നു അവർക്ക്. അതുകൊണ്ട് ഇതിന് മറുപടി പറയണം. പക്ഷേ കർണാടകയിൽ ആരും അതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇത് 2008-09 ആ സമയത്താണ് കേട്ടോ. 2008 കലാപം, 2009 ഈ സംഭവം. അപ്പോൾ ആ സമയത്ത് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് രൂപപ്പെട്ടിട്ട് അധികം കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല. എങ്കിലും ജെറി ബ്രദർ കർണാടകയിൽ ഹൈദരാബാദിൽ ചില ഡിബേറ്റൊക്കെ നടത്തിയിട്ടുണ്ട്, യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് സാക്ഷിയെക്കുറിച്ച് ചെറുതായിട്ട് അറിയാം. അവർ സാക്ഷിയെ ബന്ധപ്പെടുകയാണ്. സാക്ഷിയോട് ഇതിന് മറുപടി, അതായത് മെയിൽ അയച്ചപ്പോൾ ഇതെല്ലാം മറ്റ് ചർച്ചകൾക്കെല്ലാം അയച്ചു കൊടുത്ത ആ മെയിലാണ് സാക്ഷിക്ക് അയച്ചു കൊടുത്തിട്ട് ഇതിന് മറുപടി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ജെറി ബ്രദറും അത് ഏറ്റെടുത്തു, ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രദർ അതിൻ്റെ അടുത്ത ഇത് നോക്കി, ഇത് വായിക്കാനും ഇവിടെ ക്ലാരിറ്റി ഇല്ല. അടുത്ത ബ്രദറെ, ഇത് അഫിഡവിറ്റാണ്. നമ്മൾ സാക്ഷി പോയി കക്ഷി ചേർന്നു അതിൽ, മനസ്സിലായി? ആ കേസിനകത്ത് കർണാടകയിലുള്ള ക്രൈസ്തവ സഭകളും മറ്റുമൊക്കെ അതിനകത്ത് കക്ഷികളാണ്. അപ്പോൾ ഒരു ക്രൈസ്തവ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയും പോയി അതിനകത്ത് കക്ഷി ചേരുകയും കേവലം 2.5 ദിവസത്തോളം ആ സമയം കൊണ്ട് തന്നെ ഇതിനെല്ലാം ആൻസർ
ജെറി ബ്രദറും ജിബു ബ്രദറും കൂടി ചേർന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആൻസർ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ അവരുടെ സീലോളാണ്, ഇതൊക്കെ ഒഫീഷ്യൽ രേഖയാണ് കേട്ടോ. ആ സർക്കാരിൻ്റെ അതല്ല, പിന്നെ മുമ്പത്തെ ഇതെല്ലാം ജസ്റ്റിസ് സോമശേഖരൻ കമ്മിറ്റിയുടെ ആ കമ്മീഷൻ്റെ ഒഫീഷ്യൽ സീലൊക്കെയാണത്, ആധികാരിക രേഖകളാണ്. നമ്മൾ സാക്ഷി അതിനകത്ത് കക്ഷി ചേർന്നതിൻ്റെയാണ്. അപ്പോൾ കൃത്യമായിട്ട് അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി കൊടുക്കുക മാത്രമല്ല, തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങളും ചോദിച്ചു. ബൈബിളിനെതിരെ അവർ ഉന്നയിച്ച ആരോപണത്തിന് നമ്മൾ മറുപടി കൊടുത്തു. എന്നിട്ട് തിരിച്ച് അവർക്കെതിരെ നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ മനുസ്മൃതി പ്രകാരം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ബാധകമല്ലേ? അല്ലെങ്കിൽ ഓരോരോ ഇവരുടെ പുസ്തകങ്ങൾ എടുത്തു വച്ചിട്ട് വേദങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സ്മൃതികളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പുരാണങ്ങളിൽ ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. അതിനെപ്പറ്റി അതങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതായിട്ടേ അവർ ഭാവിച്ചിട്ടില്ല. ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടുമില്ല അതിനൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അന്ന് ഇറക്കിയ അവിടെ കൊടുത്ത ആ ആൻസർ ഉണ്ടല്ലോ, അത് പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ പുസ്തകം, സാക്ഷി ഇറക്കിയിരിക്കുന്നതാണ്. അത് ഇംഗ്ലീഷിലാണ്. ദൈവം അനുവദിച്ചാൽ അധികം വൈകാതെ തന്നെ അതിൻ്റെ മലയാളവും വരും, മലയാളത്തിലുള്ള പുസ്തകം അത് വരും. അപ്പോൾ ഏതായാലും പിന്നെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഇടക്കാല റിപ്പോർട്ടിൽ സംഘപരിവാറൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ, സംഘപരിവാറിൻ്റെ ആൾക്കാരാണ് കുറ്റക്കാരെന്നുള്ള നിലയിലാണ് വന്നത്. പക്ഷേ പിന്നീട് ഫുൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെ കുറ്റവിമുക്തരാക്കിയായിരുന്നു. അപ്പോൾ അതിനെതിരെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ പ്രതിഷേധം ഉണ്ടായി. 2014 കർണാടക സർക്കാർ ആ റിപ്പോർട്ട് തള്ളുകയും ചെയ്തു. വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളുകയൊക്കെ ചെയ്തു. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. 1986 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലും ഇതേപോലെ ഒരു കേസ് വരുന്നുണ്ട്. അത് ഖുർആനാണ് അവിടെ വിഷയം. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ 1986 പോസ്റ്റർ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഖുർആനിലുള്ള 24 ആയത്തുകൾ ഇത് മനുഷ്യരാശിക്ക് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററാണ്, 24 ആയത്തുകൾ. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ കലാപം ഉണ്ടാവുന്നു. ഡൽഹിയിൽ ആ സമയത്ത് കലാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പോലീസ് കേസെടുക്കുന്നു. പോലീസ് കേസെടുത്ത് കഴിഞ്ഞപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. ഡൽഹിയിലെ ഹിന്ദു രക്ഷാനൽ പ്രതിനിധി ഇന്ദ്രസൻ ശർമ്മ, പിന്നെ അതിൻ്റെ സെക്രട്ടറി രാജ്കുമാർ ആര്യ, ഇവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്നു. കോടതിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇങ്ങനത്തെ ആയത്തുകളൊന്നും ഖുർആനിലില്ല, ഇല്ലാത്ത കാര്യം ഇവർ വെറുതെ വ്യാജമായി കെട്ടിച്ചമച്ച് വർഗീയ ലഹള ഉണ്ടാക്കാൻ നോക്കിയാണെന്നൊക്കെ പറഞ്ഞാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞ് അങ്ങനെയല്ല, ഇത് കോടതിയിലുള്ളതാണ്, അല്ല ഈ ഖുർആനിലുള്ളതാണ്. അവിടുത്തെ ഉത്തർപ്രദേശിലെ ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഫാറൂഖ് ഖാൻ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത ഖുർആനിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണെന്നും പറഞ്ഞ് ആ ഖുർആനൊക്കെ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ കോടതി എന്ത് ചെയ്തെന്നറിയാമോ? കോടതി അവിടെ ഡൽഹിയിലും യു പിയിലൊക്കെയുള്ള മുസ്ലിം പണ്ഡിതന്മാർക്ക് കത്തയക്കുകയാണ്, നിങ്ങൾ കോടതിയിൽ വന്നിട്ട് സാക്ഷി പറയണം. അതായത് ഇത് ഖുർആനിലുള്ള ആയത്താണോ, ഖുർആനിൽ ഇങ്ങനെയുള്ള ആയത്തുകളുണ്ടോ, ഇവർ പറഞ്ഞതുപോലെ തന്നെയാണോ അതിൻ്റെ അർത്ഥം, ഇതിൻ്റെ വ്യാഖ്യാനം ശരിയാണോ എന്നൊക്കെ നിങ്ങളൊന്ന് വ്യക്തമാക്കണം. കാരണം ഇത് അറബിയിൽ എഴുതിയ ഗ്രന്ഥമാണ്. ഈ ജഡ്ജിക്കാണെങ്കിൽ അറബി അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത്. ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ പോലും പോയി കോടതി ചെന്നിട്ട് മൊഴി കൊടുത്തില്ല. ഈ 24 ആയത്തുകൾ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണെന്നും മനുഷ്യവംശത്തിനിടയിൽ ഭിന്നതയും വിദ്വേഷവും ഉണ്ടാക്കുന്നതാണെന്നും ജനങ്ങളെ രണ്ടായിട്ട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എന്നുള്ള പേരിൽ തിരിച്ച് അന്യോന്യം വിദ്വേഷം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആരോപണം ആ പുസ്തകത്തിനെതിരെ വന്നിട്ട് ആ പുസ്തകത്തിൻ്റെ അനുയായികൾ ആരും കോടതിയിൽ ചെന്നിട്ട് അതങ്ങനെയല്ല എന്ന് പറഞ്ഞില്ല. കാരണം അത് പറയാൻ പറ്റില്ല, അതങ്ങനെ തന്നെയാണ്, ആ പുസ്തകം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരാരും വരാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് വിധി വരുന്നുണ്ട്. വിധി വരുന്നത് 1986 ജൂലൈ 31-നാണ്. അതായത് അടുത്ത മാസം 31 40 വർഷം തികയും വിധി വന്നിട്ട്. അപ്പോൾ ആ വിധിയിൽ കോടതി കുറ്റാരോപിതരെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇവർ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, ഈ പുസ്തകം ഇങ്ങനത്തെ തന്നെയാണെന്ന് കോടതി വിധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കോടതി പറയുന്ന ഇതിങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ മജീദിനോടുള്ള അർഹമായ ആദരവോടെ തന്നെ പറയട്ടെ, ഇതിലെ ആയത്തുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവ ഹാനികരമാണെന്നും വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും ഒരു വശത്ത് മുഹമ്മദീയരും മറുവശത്ത് ബാക്കിയുള്ള സമുദായങ്ങളും തമ്മിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കാണാൻ കഴിയും എന്നാണ് കോടതി ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 24 ആയത്തുകൾ, ഖുർആനിലുള്ള 24 ആയത്തുകൾ അത് മനുഷ്യവംശത്തിന് ഹാനികരമാണ്, മനുഷ്യർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ്, സമൂഹത്തിൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ കലാപമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ വിഷം നിറഞ്ഞ സംഗതികളാണ് എന്നൊക്കെയാണ് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യേകം ഓർക്കണം. സോമശേഖരൻ കമ്മീഷൻ പോലെ അത് റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മീഷനാണ്.
അങ്ങനത്തെ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടല്ല ഇത്. ജസ്റ്റിസ് റിട്ടയർഡ് ആയ ആളല്ല, നിലവിൽ കോടതിയുടെ ഒരു വിധിയാണ്, ഒരു വെർഡിക്റ്റാണ്. മനസ്സിലായോ? ഒരു കോടതിയിൽ നിന്ന് വന്ന വിധിയാണ്. 40 വർഷമായി ആ വിധിക്കെതിരെ ഇന്ന് വരെ ഒരു അപ്പീൽ പോയിട്ടില്ല. കാരണം അപ്പീൽ പോയി കഴിഞ്ഞാൽ മേൽക്കോടതി ഇത് തന്നെയാണ് പറയാൻ പോകുന്നവർക്കറിയാം. പുസ്തകം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞത്, അത് ഇന്നും അവർക്കൊരു നാണക്കേടാണ്. മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അതൊരു നാണക്കേടാണ്. 40 വർഷമായിട്ട് അവരുടെ മേലെ ആ നാണക്കേട് പതിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ അതുപോലത്തെ ഒരു സ്ഥിതി നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വരരുന്നുള്ളതുകൊണ്ടാണ് സാക്ഷിയിൽ പോയി ഇടപെടുകയും കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്തു. തിരിച്ച് ചോദ്യങ്ങളും ചോദിച്ചു, ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടിയിട്ടുമില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ, അതിനുശേഷവും ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് ആ കോടതിയിൽ മറുപടി കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയിൽ. പുതിയതായിട്ടൊന്നുമില്ല. മനസ്സിലായി? പുതിയതായിട്ടൊന്നുമില്ല. അവർ ഈ ചവച്ചത് തന്നെ പിന്നെയും ഇട്ട് ചവയ്ക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇവിടെ ഉഡായിപ്പ് ഏത് രീതിയിലാണ്, കള്ളത്തരം എങ്ങനെയാണ്, ബൈബിളിനെ ഇവർ ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് വിമർശിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഒരു ഇതാണ് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ പറഞ്ഞവയാണോ ഇവയെല്ലാം? ഉത്തരം: എല്ലാ സ്ഥലത്തും കാലഘട്ടത്തിലും പ്രസക്തമായ ശാശ്വതമായ നിയമം എന്ന നിലയിലാണ് ഇത് നൽകിയത് എന്നതിന് നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിലെ ചിലത് മാത്രം ഇപ്പോൾ ഇവിടെ പറയാം. ഒന്നാമത്തത് ആവർത്തന പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭൂമിയിലെ നിങ്ങളുടെ ജീവിതകാലമത്രയും നിങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങളും അനുശാസനങ്ങളും ഇവയാണ്. അടുത്തത് ദാവീദിൻ്റെ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈബിളിൽ കൊള്ളയടിക്കാൻ പറഞ്ഞിരിക്കുന്നു, കൊല ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, അന്യദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഇത് ക്രിസ്ത്യാനികളുടെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ലോകം മുഴുവനും ഈ വാക്യം, ബൈബിളിലുള്ള ഈ വാക്യം പ്രാവർത്തികമാക്കണം. അതിന് തെളിവായിട്ടാണ് ആവർത്തന പുസ്തകം 12-ന്റെ 1 അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം ഉദ്ധരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ വാക്യം ആവർത്തന പുസ്തകം 12-ന്റെ 1 നമ്മളെപ്പോഴും അങ്ങോട്ട് പറയാറുള്ളതാണ്. അതെടുത്തിട്ടാണ് നമുക്കിതിരെ കൊണ്ടുവരുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞപ്പോൾ ഏതാണ് ഒന്നും കൂടി കേൾപ്പിച്ചാൽ പറയുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞത് ശ്രദ്ധിക്കണം, എവിടെ നിന്ന് പോലാണെന്നോ, ആ വാക്യം പറയുന്നത് എവിടെ നിന്നാണെന്നുള്ളത്. ആവർത്തന പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭൂമിയിലെ നിങ്ങളുടെ ജീവിതകാലമത്രയും നിങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങളും അനുശാസനങ്ങളും ഇവയാണ്. നിങ്ങളുടെ ജീവിതകാലം അത്രയും. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ എവിടെ ജീവിക്കുകയാണെങ്കിലും അവിടെ മുഴുവനും ഈ കൽപ്പനകൾ പ്രാവർത്തികമാക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. മറ്റുള്ളവരെ കൊല്ലാനും പിന്നെ യഹോവയല്ലാതെ വേറെ ഏതെങ്കിലും ദൈവങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ അവരെ കൊല്ലാൻ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഭൂമിയിൽ എവിടെ ആയാലും നിങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന്. പക്ഷേ ആവർത്തനം 12-1 എന്താ പറയുന്നത്? നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത്, അത് അദ്ദേഹം വിട്ടുകളഞ്ഞു. ആവർത്തന പുസ്തകം 12 ആരംഭിക്കുന്നത് അങ്ങനെയാണ്, 1-ാം വായിക്കുന്നത്. നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഇത് പാലിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായൊരു അതിര് ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇത് ഭൂമിയിൽ എല്ലായിടത്തും കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിനകത്ത് ഭൂമിശാസ്ത്രപരമായ അതിർത്തി കൃത്യമാണ്. യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത്, അതായത് പശ്ചിമേഷ്യയിലെ പുരാതന ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ആ ഭൂപ്രദേശത്തിനകത്ത് മാത്രം നടപ്പാക്കേണ്ടുന്ന നിയമമാണ്, അല്ലാതെ ലോകത്തെമ്പാടുമുള്ളതല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത് ഈ ആവർത്തന പുസ്തകത്തിൽ നിന്നും, ലേവ്യ പുസ്തകത്തിൽ നിന്നും, സംഖ്യാപുസ്തകത്തിൽ നിന്നും, പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അതായത് പഞ്ചഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി ഒഴികെ ബാക്കിയുള്ള പുസ്തകങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കത് ദൈവവചനമാണ്, നമ്മളെ സംബന്ധിച്ച് ദൈവവചനമാണ്. ഒരു ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നമ്മളതിനെ കാണുന്നു. എന്നാൽ ഒരു യഹൂദനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ആത്മീയ ഗ്രന്ഥം മാത്രമല്ല, അത് അവൻ്റെ ഭരണഘടന കൂടെയാണ്. തോറ എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രത്തിനകത്തെ നിയമങ്ങളാണ്. മനസ്സിലായോ? ആത്മീയ കാര്യങ്ങൾ കുറേ അതിനകത്തുണ്ടില്ലെന്നല്ല, എന്നാൽ അതുമാത്രമല്ല അതിനകത്തുള്ളത്. അയൽക്കാരനോട് എങ്ങനെ പെരുമാറണം,
അല്ലെങ്കിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എങ്ങനെയാണ്, ന്യായാധിപൻ എങ്ങനെയാണ് ന്യായം പാലിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് വിധി കൽപ്പിക്കേണ്ടത്, അതല്ല യുദ്ധത്തിൻ്റെ ഇത് വരുമ്പോൾ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇത് ആത്മീയമല്ല, ഇതൊക്കെ ഭൗതിക കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ഭരണഘടനയാണ്, അവരുടെ പീനൽ കോഡാണത്. അത് ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇന്നും നമുക്കറിയാം, ഒരു രാഷ്ട്രത്തിനകത്ത് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കും. അത് നമുക്ക് പീനൽ കോഡുണ്ട്. ഇപ്പം ഭാരതീയ ന്യായ സംഹിത, അത് നമ്മൾ കാണുന്നത് രാഷ്ട്രീയമായിട്ട്, പൊളിറ്റിക്കലായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ ഇവിടെ ബൈബിളിൽ വരുമ്പോൾ നമ്മളതിനെ ബൈബിൾ ഒരു മതഗ്രന്ഥം എന്നുള്ള നില അല്ലെങ്കിൽ ഒരു ആത്മീയ ഗ്രന്ഥം എന്നുള്ള നിലയിൽ കാണുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം നമ്മളതിന് വേർതിരിക്കാൻ പലപ്പോഴും സാധിക്കില്ല. നമ്മളിതിനെ ആത്മീയമായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് അയ്യോ അവരെ കൊല്ലാൻ പറഞ്ഞല്ലോ, അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇത് വെറുതെ ചുമ്മാ കൊല്ലാനൊന്നുമല്ല പറയുന്നത്. നമ്മൾ ഈ വിഗ്രഹാരാധികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അക്കാലത്ത് ആ പ്രദേശങ്ങളിലെല്ലാം, ആ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ ഇന്ത്യ അടക്കം എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു ഈ നരബലി എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണ സംഭവമാണ്. പണമുള്ളവൻ അടിമനെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നരബലി അർപ്പിക്കും. പിന്നെ തട്ടിക്കൊണ്ടു വന്നിട്ട് നരബലി അർപ്പിക്കും. പിന്നെ അതുകൂടാതെ സ്വന്തം മക്കളെ തന്നെ അർപ്പിക്കുന്നവരുണ്ട്. ഇത് കിട്ടാൻ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിന് ശ്രേഷ്ഠതയും മറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അർപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് മോലേഹ് എന്ന് പറയുന്നൊരു ദേവനുണ്ടായിരുന്നു. ഈ മോലേക്കിൻ്റെ മുമ്പാകെ സ്വന്തം കുഞ്ഞുങ്ങളെ അർപ്പിക്കുകയാണ്. അത് ബൈബിളിൽ തന്നെ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. തങ്ങളുടെ പുത്രീപുത്രന്മാരെയൊക്കെ അവർ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചുവല്ലോ എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നൊരു സംഗതിയാണ്. ഈ പരിപാടി ഇത് പാടില്ല. ദൈവം ഇത് ആദ്യമേ ഉണ്ട്. അതായത് അബ്രഹാമൊക്കെ അവിടെ വരുന്ന സമയത്തെ ഈ മ്ലേച്ഛതയൊക്കെ അവിടെ ഉണ്ട്. സോദോം ഗൊമോറയിലെ മ്ലേച്ഛത നമുക്കറിയാം. അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലായിടങ്ങളിലും ഇതുപോലത്തെ മ്ലേച്ഛതകളുണ്ട്. പക്ഷേ ദൈവം എന്നിട്ടും അവർക്ക് 400 വർഷം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. നശിപ്പിക്കാതെ, ആ മോര്യയുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് ദൈവം പറയുന്നുണ്ട്, നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് ഇസ്രായേലിനെ ഉപയോഗിച്ച് ദൈവം അവിടെ ന്യായവിധി നടത്തുന്നു. അപ്പം ന്യായവിധി നടത്തുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നീ ഇവരുമായിട്ട് ഉടമ്പടിയൊന്നും ചെയ്യരുത്. കാരണം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ മ്ലേച്ഛത നീയും പഠിക്കും. നീ പഠിച്ച് നിൻ്റെ മക്കളെ നീ ഇങ്ങനെ ബലിയർപ്പിക്കുകയും മറ്റും ചെയ്യും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അവരുമായിട്ട് ഒരു ഇടപാടിനും പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ഇതൊന്നും കേട്ടില്ല. ഇസ്രായേൽ നമുക്കറിയാവുന്നതാണല്ലോ. പിന്നീട് എന്തുണ്ടായി? ഈ മ്ലേച്ഛത ഇസ്രായേലിനകത്തേക്ക് വന്നപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചോ? ദൈവം ക്ഷമിച്ചില്ല. ദൈവം എങ്ങനെ മറ്റവരോട് ചെയ്തു അതുപോലെ തന്നെ ഇവരോടും ചെയ്തു. ഇവർക്കെതിരെ ശത്രുക്കളെ കൊണ്ടുവന്നിട്ട് ശത്രുക്കളെ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ മേലെ ന്യായവിധി നടത്തുന്നുണ്ട് ദൈവം. എന്നിട്ട് ഇത് ഒരു പ്രാവശ്യമല്ല, പലവട്ടം ഇവർ ഇതാകുന്നില്ല. എന്താണ്? മനസ്സ് തിരിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം 10 ഗോത്രങ്ങളെ വിട്ടുകളയാണ്, പിടിച്ചുകൊണ്ട് പോയി. അശൂര്യർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. 10 ഗോത്രങ്ങൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ 2 ഗോത്രം ഇപ്പുറത്തുണ്ട്, യഹൂദ്യ. അവർ മാനസാന്തരപ്പെടുന്ന അവർക്കും ഇല്ല. മറ്റവരെ കണ്ട് ഇവർ പഠിക്കേണ്ടതാണ്, ഇത് പഠിച്ചില്ല. ഇവരെ കൊണ്ടുവന്നു, മറ്റേ ബാബിലോണിയരെ കൊണ്ടുവന്ന് പ്രവാസത്തിലേക്ക് പോയി. പിന്നെ മശിഹ വരേണ്ടത് അതിലൊരു ഗോത്രത്തിൽ നിന്ന് ആയതുകൊണ്ട് മാത്രം തിരിച്ചു കൊണ്ടുവന്നത് അവരെ. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം മുഖപക്ഷമില്ലാതെ ഒരേപോലെ ശിക്ഷ വിധിക്കും തെറ്റിന്. അങ്ങനത്തെ ദൈവമാണ് ബൈബിളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികൾ ഇവരെടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഘടകം ഇതിൻ്റെ അകത്തുണ്ട്. ഈ ജനം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവരോട് കർശനമായിട്ട് ഇടപെടുന്നു. ഇസ്രായേൽ ജനം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കർശനമായിട്ട് ഇടപെടുകയാണ്. നമ്മൾ ഇന്ന് വിചാരിക്കുമ്പോൾ ഒരു വിഗ്രഹാരാധന, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി ഇന്ന് മുട്ടുകുത്തിയും പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്ത് എന്താ കുഴപ്പം, അതിപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു. അങ്ങനെയല്ല അവിടുത്തെ അന്നത്തെ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പിൽ സ്വന്തം മക്കളെ അടക്കം ബലിയർപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൾച്ചറിൽ അത് ചെയ്യുന്നവരെ ഇപ്പം ഇന്നും നമുക്കറിയാം. ഒരു നരബലി നടന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇടപെടും, ഇല്ലേ? ഇവിടെ എവിടെയെങ്കിലും ഒരു നരബലി നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇടപെടില്ലേ? ശിക്ഷിക്കില്ലേ അവരെ? അത് തന്നെയാണ് അവിടെ സമൂഹം ഒന്നടങ്കം ചെയ്തു. ഇവിടെ വല്ലപ്പോഴും എവിടെയെങ്കിലൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് നമ്മൾ വല്ല വാർത്ത കേൾക്കുന്നത്, ഒറ്റപ്പെട്ട വാർത്ത കേൾക്കുന്നത്. അവിടെ സമൂഹം ഒന്നടങ്കം അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം അവർക്കെതിരെ അങ്ങനെയുള്ള ശിക്ഷയൊക്കെ വിധിച്ചത്. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാതെ, ഈ ചരിത്രമൊന്നും തിരിച്ചറിയാതെയാണ് ഈ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ബൈബിളിനെ വിമർശിക്കുന്നത്. എന്നിട്ട് അത് ബൈബിളിനെ വിമർശിക്കുന്നത് ആണെങ്കിൽ പൊട്ടേന്ന് വയ്ക്കാം, നമുക്ക് മറുപടി പറയാം. ഇവർ പറഞ്ഞു ഇതെല്ലാം ക്രിസ്ത്യാനികൾ അനുസരിക്കാൻ ബാധ്യതയുള്ള നിയമമാണ്. ഇവരുടെ വാദമാണ് ഇതൊക്കെ ക്രിസ്ത്യാനികൾ അനുസരിക്കാൻ ബാധ്യതയുള്ള നിയമമാണ്. അതുകൊണ്ട് ഈ കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യമൊക്കെ ഹിന്ദുക്കളുടെ നേരെയും ചെയ്യും. കാരണം ഹിന്ദുക്കൾ വിഗ്രഹാരാധികളല്ലേ. ഹിന്ദുക്കൾ വിഗ്രഹാരാധികളായതുകൊണ്ട് ഈ കൽപ്പനയൊക്കെ
ഞങ്ങളുടെ നേരെയും ഇവർ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല, കാരണം മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, ആവർത്തനം 12:1 അദ്ദേഹം ആവശ്യമുള്ളതേ വായിച്ചുള്ളൂ, ബാക്കിയുള്ളത് വിട്ടുകളയാണ്. അത് മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുകയാണ്. ഇത് ഇസ്രായേലിനകത്തുണ്ടായിരുന്ന നിയമം, അത് ഇസ്രായേലിനകത്ത് മാത്രമാണ്, പുറത്തുള്ളവർക്കൊന്നും ബാധകമല്ല. മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ IPC ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത. ഇനി അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ ലീഗൽ സിസ്റ്റം, അവിടെ പല രീതിയിലാണ്, ഫെഡറൽ നിയമങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. ഇനി ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച് പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജർമ്മനിയിലും അങ്ങനെ തന്നെ ജർമ്മൻ ക്രിമിനൽ കോഡുണ്ട്. ഓരോ രാജ്യങ്ങളിൽ ഓരോ നിയമമാണ്. ഒരു ഇന്ത്യൻ പൗരൻ്റെ നേരെ ഒരിക്കലും അമേരിക്കൻ ലീഗൽ സിസ്റ്റം അല്ല ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രഞ്ച് പീനൽ കോഡല്ല. ഓരോ രാഷ്ട്രത്തിലുള്ളവർക്ക് അവരവരുടെ അതനുസരിച്ചേ ഉള്ളൂ വിധി. അപ്പോൾ ഇസ്രായേലിനകത്ത് ആ ഭൂപ്രദേശത്തിനകത്ത് മാത്രം പ്രാവർത്തികമാക്കാൻ കൊടുത്ത ആ നിയമം ഒരിക്കലും ബാക്കിയുള്ളിടത്തു നിന്ന് ഇത് ബാധകമല്ല. മനസ്സിലായി? അപ്പോൾ ഈ ആരോപണത്തിലൊന്നും ഒരു കഴമ്പില്ല. ഇത് ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്കും ഈ നിയമം ബാധകമാണ്, അവരിവിടെയുള്ള ഹിന്ദുക്കളെ കൊല്ലുമെന്നൊക്കെ ഇവർ പറയുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്ത ആ അതിർത്തിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ അത് ആക്രമിച്ച് കീഴടക്കി ഇസ്രായേലിനോട് ചേർക്കാൻ വല്ല വകുപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ദൈവം അത് സമ്മതിക്കുകയില്ല. ഈ മറ്റു ജനതകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിലും ദൈവം പറയുന്നുണ്ട്. യുദ്ധം ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട്, ഇവർക്കെതിരെ ഇവരെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതല്ലാതെ മറ്റുള്ളവരെ ആക്രമിച്ചിട്ട് ഇസ്രായേലിനോട് ഭൂമി കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നില്ല. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിൽ ഞാൻ 4-5 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയിരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സെയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പറയാണ്, ഇതിന് പുറത്ത് നിങ്ങൾക്ക് തന്ന അതിർത്തി ഉണ്ടല്ലോ, അതിർത്തിക്ക് പുറത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു കാല് വയ്ക്കാനുള്ള സ്ഥലം പോലും തരില്ല എന്നാണ് പറയുന്നത്. ഇനി 9-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്ക് ഒരു അവകാശം തരികയില്ല. ദേശത്തെ ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവം ഇവിടെ പറയുന്നത് എത്ര കൃത്യമായിട്ടാണെന്ന് നോക്കിയേ. വളരെ കൃത്യമായിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിർത്തിക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് ഇസ്രായേലിനോട് ചേർക്കാമെന്ന് പറയുന്ന സംഗതി നടപ്പാക്കുന്നതല്ല, അത് ശരിയാകുന്നതല്ല. അവിടെ ഞാൻ നിങ്ങൾക്ക് കാല് വയ്ക്കാൻ പോലും ഇടം തരില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തിൽ രൂപം കൊള്ളുന്നതിനും ഏതാണ്ട് 2000 വർഷം മുമ്പേ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രമുണ്ട്. ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് 2000 കൊല്ലം മുമ്പേ ഈ ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടു. കേവലം 1400 കൊല്ലം കൊണ്ട് ഇസ്ലാം മതം ലോകത്ത് എത്രത്തോളം പടർന്നു നോക്ക്. വാളിൻ്റെ വായ്ത്തലയുടെ ബലത്തിൽ മാത്രമാണ്, യുദ്ധം ചെയ്തിട്ടാണ്, നിർബന്ധപൂർവ്വം മതം മാറ്റിയതാണ്, കഴുത്തിന് വാൾ വെച്ച് മതം മാറ്റിയതാണ് അവർ. അതുപോലത്തെ ഒരു കൽപ്പന ഇസ്രായേലിന് ദൈവം കൊടുത്തിട്ടില്ല. മനസ്സിലായി? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇസ്ലാമിനേക്കാളും 2000 ചില വർഷം മുമ്പേ ഉണ്ടായ അവർ ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞേനെ. യഹൂദമതം ലോകം മുഴുവൻ നിറഞ്ഞേനെ. ഇസ്രായേലിൻ്റെ വിസ്താരം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നിൽക്കുകയില്ല. പക്ഷെ അങ്ങനെ ഒരു കൽപ്പന ഇല്ല. മനസ്സിലായോ? അവിടെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം കുറേ കൽപ്പന കൊടുത്തെന്നല്ലാതെ ദൈവത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിർബന്ധപൂർവം ദൈവത്തിൽ യഹോവയിൽ വിശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിക്കാത്തവരെ കൊല്ലണം, അങ്ങനെയുള്ള കൽപ്പനയൊന്നും കൊടുത്തിട്ടില്ല. ഇസ്ലാമിൽ ആ കൽപ്പനയുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലണം എന്നുള്ള കൽപ്പനയുണ്ട്. അള്ളാഹുവിലും മുഹമ്മദിലും ഖുറാനിലും വിശ്വസിക്കാത്തവരെ കൊല്ലണം എന്നുള്ള കൽപ്പന ഉണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അതില്ല. ഇസ്രായേൽ രൂപം കൊണ്ട് ഇത്ര കൊല്ലമായില്ലേ. ഇപ്പോഴത്തെ ഇസ്രായേലല്ല, 48-ലല്ല, ഞാൻ പണ്ടത്തെ കാര്യം പറയുന്നത്. അവർ യൂറോപ്പിനെ ആക്രമിച്ചിട്ടില്ല. ഇന്ത്യയോ അല്ലെങ്കിൽ ചൈനയോ ഇങ്ങനെ ഏഷ്യയിൽ തന്നെയുള്ള മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചിട്ടില്ല. ആഫ്രിക്കയിലാണെങ്കിൽ ഈജിപ്തിനെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. അത് ഈജിപ്ത് അവരെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുന്നതുകൊണ്ട് തിരിച്ചാക്രമിച്ചതാണ്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ആയാലും ഏഷ്യ ഭൂഖണ്ഡത്തെ ആയാലും യൂറോപ്പിനായാലും അവർ ആക്രമിച്ചിട്ടേ ഇല്ല. കാരണം പുറത്തു പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞൊരു കൽപ്പന ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. ചുറ്റുപാടുള്ളവർ ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അവരെ അടക്കി നിർത്താൻ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതില്ലെന്നല്ല, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഈ ആരോപണങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഇത് ഇങ്ങനെയുള്ള
വീഡിയോകൾ ഇറക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല, ബൈബിളിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ. വാസ്തവത്തിൽ ഇത് വിദണ്ഡവാദമാണ്. ഇയാൾ ഈ VR മധുസൂദനൻ എന്ന് പറയുന്ന ആൾ ചെയ്തിരിക്കുന്നത് വിദണ്ഡവാദമാണ്. തർക്കശാസ്ത്രത്തിൽ അതിന് അങ്ങനെയാണ് വിളിക്കുക, വിദണ്ഡവാദം. വിദണ്ഡവാദം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വന്തമായിട്ട് നമുക്കൊന്നും പറയാനില്ല, നമ്മുടെ ഭാഗത്തു നിന്ന് സ്വന്തം പക്ഷത്തു നിന്ന് പറയാനൊന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? എതിർപക്ഷത്തെ ചുമ്മാ കയറി അങ്ങോട്ട് ആക്രമിക്കുകയാണ്. മനസ്സിലായി? അതായത് സ്വന്തം പക്ഷം ന്യായീകരിക്കാതെ, നമ്മുടെ ഭാഗം സ്ഥാപിക്കാതെ എതിർപക്ഷത്തെ ചുമ്മാ കയറി ആക്രമിക്കുക. അതാണ് മറുപക്ഷത്തെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക. അതിനുവേണ്ടി ചെയ്യുന്ന ഈ കുതന്ത്രങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ കുതർക്കങ്ങൾ, അതിനെയാണ് വിദണ്ഡവാദം എന്ന് പറയുന്നത്. സംവാദം എന്ന് പറയുന്നത് രണ്ട് ഭാഗം, അതായത് എൻ്റെ ഭാഗം ഞാൻ സ്ഥാപിക്കുകയും ചെയ്യും, മറ്റവൻ്റെ ഭാഗത്തെ ഞാൻ തകർക്കുകയും ചെയ്യും. അതാണ് സംവാദം. വിദണ്ഡവാദം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗം ഞാൻ സ്ഥാപിക്കുന്നില്ല, മറ്റവൻ്റെ ഭാഗം തെറ്റാണെന്ന് മാത്രമേ സ്ഥാപിക്കുന്നുള്ളൂ. അതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റുകയില്ല, കാരണം അതിന് നമുക്ക് ആൻസർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ എന്ന് പറയുന്നത് 54 മിനിറ്റ് 34 സെക്കൻഡാണ്. അവരിറക്കിയ വീഡിയോ 54 മിനിറ്റ് 34 സെക്കൻഡുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ സ്വന്തം ഭാഗം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എത്ര സമയമാണെന്നറിയോ? വെറും 54 സെക്കൻഡ് മാത്രമാണ്. 54 മിനിറ്റ് 34 സെക്കൻഡുള്ള വീഡിയോയിൽ വെറും 54 മിനിറ്റ് ഭാഗമാണ്. അതായത് ആ വീഡിയോയുടെ 40ാമത്തെ മിനിറ്റ് 16ാമത്തെ സെക്കൻഡ് മുതൽ 41ാമത്തെ മിനിറ്റ് 10ാം സെക്കൻഡ് വരെയുള്ള ഭാഗം. അതുമാത്രമാണ് അദ്ദേഹം സനാതനധർമ്മം ഇന്നതാണ്, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്നത്. 1 മിനിറ്റ് താഴെ സമയം മാത്രം. ബാക്കിയുള്ളത് മുഴുവൻ നമുക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങളാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, അവർക്ക് ആവശ്യമുള്ള ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യും. ദൈവവചനം അവർ പറയുമ്പോൾ പോലും നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണിച്ചിട്ടൊക്കെയാണല്ലോ അവർ ഇതാക്കുന്നത്, ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വാക്യം പറയുകയാണ്. അപ്പോൾ സത്യം തന്നെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് വേണ്ടുന്നത് മാത്രം എടുത്തിട്ടേ വായിക്കുള്ളൂ, ബാക്കിയുള്ളവർ കളയാണ് ചെയ്യുന്നത്. ഇവിടെ ഇദ്ദേഹം സ്വന്തം ഭാഗം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഇവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ഹിന്ദുമതത്തെക്കുറിച്ചും വലിയ അറിവോ ജ്ഞാനമോ ഇല്ല. അത് ഞാൻ അടുത്ത ഇതിൽ ഞാൻ ഇനി കേൾപ്പിച്ചു തരാം. ക്ലിപ്പ് നമുക്ക് അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. ഇനി സനാതനധർമ്മത്തിൻ്റെ നിലപാട് നോക്കാം. സ്വീകരണം, വർജനം അഥവാ തിരസ്കരണം, സംശോധനം, പരിഷ്കരണം, നവോദ്യമം അഥവാ ഗവേഷണം എന്നീ പഞ്ചസംസ്കരണത്തിലൂടെ ഗ്രന്ഥങ്ങളെയും ആശയങ്ങളെയും ആചാര്യ ഉപദേശങ്ങളെയും സ്വാംശീകരിക്കുന്ന ദർശനമാണ് സനാതനധർമ്മം. സത്യമാണെങ്കിൽ, വ്യക്തിക്കും സമാജത്തിനും നന്മ നൽകുന്നതാണെങ്കിൽ അവയെ സ്വീകരിക്കുക, അതിനെയാണ് സ്വീകരണം എന്ന് പറയുക. വ്യക്തിക്കും സമാജത്തിനും വിരുദ്ധമാണെങ്കിൽ അവയെ വർജിക്കുക, വർജനം. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, സംശോധനം. കാലദേശ പാത്രമനുസരിച്ച് പരിഷ്കരിക്കുക, അതിനെ പരിഷ്കരണം എന്ന് പറയാം. ഇതുവരെ ഇല്ലാത്ത പുതിയ കാര്യങ്ങളെ കണ്ടെത്തുക, അതിനെയാണ് നവോദ്യമം അഥവാ ഗവേഷണം എന്ന് പറയുക. ഇങ്ങനെയുള്ള 5 സംസ്കരണങ്ങളിലൂടെയാണ് സ്വാത്മീകരണം സാധ്യമാക്കുന്നത്. ഇതിന് സ്വാതന്ത്ര്യം നൽകുന്ന സനാതനധർമ്മത്തെ വിമർശിക്കുവാനും അപമാനിക്കുവാനും ശ്രമിക്കുന്നത് ബൈബിൾ പോലെയുള്ള ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയാത്ത ഗ്രന്ഥങ്ങളുമായിട്ട് നടക്കുന്ന ഇത്തരം ടീമാണ്. അഹോ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇത്തരം മോശപ്പെട്ട ആശയങ്ങളുള്ള, ഒരിക്കലും തിരുത്താനാവാത്ത പുസ്തകങ്ങളെ മതഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നവരാണ് ഹിന്ദുവിനെ നിന്ദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഹർഷവിദ്യാസമാജത്തിലെ അധ്യാപകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ശ്രീ VR മധുസൂദനൻ ഒരു വലിയ ദാർശനിക കണ്ടുപിടുത്തമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സനാതനധർമ്മത്തെ കാലാനുസൃതമായിട്ട് മാറ്റാൻ പഞ്ചസംസ്കരണം എന്ന് പറയുന്ന ഒരു വിദ്യയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. സ്വീകരണം, വർജനം, സംശോധനം, പരിഷ്കരണം, നവോദ്യമം. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഇതിൽ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സനാതന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പുള്ളിക്ക് പിടികിട്ടിയിട്ടില്ല. സനാതനധർമ്മം ഇങ്ങനെയാണെന്ന് പറയുന്നില്ല. സനാതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് കാലാകാലങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുന്നതല്ല. സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, നിത്യമായത്, എന്നേക്കും നിലനിൽക്കുന്നത് എന്നൊക്കെയാണ്. മനസ്സിലായോ? ഇതിൻ്റെ പുള്ളി പറഞ്ഞ കോൺട്രഡിക്ഷൻ മനസ്സിലായോ? സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇത് ഞാൻ അതിൻ്റെ തെളിവ് തരാം. ഈ മനുസ്മൃതിക്ക് കല്ലുകപട്ടൻ എഴുതിയ അതിപ്രശസ്തമായൊരു വ്യാഖ്യാനമുണ്ട്, മന്വർത്ഥ മുക്താവലി. നെറ്റിൽ കിട്ടും, സംസ്കൃതമാണെന്നേ ഉള്ളൂ, നെറ്റിൽ കിട്ടും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, വായിക്കുകയൊക്കെ ചെയ്യാം, സംസ്കൃതം അറിയാവുന്നവർക്ക്. ഇതിൻ്റെ 1-ാം അധ്യായം, മനുസ്മൃതിയുടെ 1-ാം അധ്യായം 22-23 ശ്ലോകങ്ങൾക്ക് കല്ലുകപട്ടൻ നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. അതിൽ കർമാത്മാനാം ച ദേവാനാം സ്വസൃജത് പ്രാണിനാം പ്രഭു
സാധ്യാനം ച ഗണം സൂക്ഷ്മം യജ്ഞം ചൈവ സനാതനം എന്നാണ് അതിനകത്ത് പറഞ്ഞത് 22ാമത്തെ ശ്ലോകം. അതായത് അതിൻ്റെ അർത്ഥം സർവ്വജീവജാലങ്ങളുടെയും നാഥനായ ആ പ്രഭു, അതായത് ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്, കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായ ദേവന്മാരെയും മറ്റു പ്രാണികളെയും അതുപോലെ തന്നെ സാധ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന സൂക്ഷ്മ ദേവഗണങ്ങളെയും, അടുത്തതാണ് ശാശ്വതമായ യജ്ഞത്തെ, അതായത് സനാതനമായ യജ്ഞത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. യജ്ഞം ചെയ്വ സനാതനം. അപ്പോൾ യജ്ഞത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു, ശാശ്വതമാണ്, അത് സനാതനമാണ്. 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഗ്നിവായുരവിഭ്യസ്തു ത്രയം ബ്രഹ്മ സനാതനം ദുദോഹ യജ്ഞസിദ്ധ്യർത്ഥം ഋഗ് യജു സാമലക്ഷണം എന്നാണ്. അപ്പോൾ ഇത് കല്ലുകപട്ടൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? ബ്രഹ്മാവ് ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നു പേരുള്ള വേദത്രയങ്ങളെ അഗ്നി, വായു, സൂര്യൻ എന്നിവരിൽ നിന്നും കറന്നെടുത്തു അല്ലെങ്കിൽ വേർതിരിച്ചെടുത്തു. സനാതനം നിത്യം, അടുത്തത് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, സനാതനം നിത്യം. സനാതനം എന്നാൽ നിത്യമായത്, ഒരിക്കലും മാറ്റമില്ലാത്തത്. എന്നിട്ട് അദ്ദേഹം പറയാണ് മുൻ കൽപ്പത്തിൽ, അത് ഞാൻ വിശദീകരിക്കാം കൽപ്പം എന്താണെന്നുള്ളത്. മുൻ കൽപ്പത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലചക്രത്തിൽ ഏതൊക്കെ വേദങ്ങളാണോ ഉണ്ടായിരുന്നത് അവ തന്നെ സർവജ്ഞനായ ആ ബ്രഹ്മാവിൻ്റെ സ്മൃതിയിൽ നിലനിന്നിരുന്നു. അവയെ തന്നെയാണ് ഈ കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ബ്രഹ്മാവ് അഗ്നി, വായു, സൂര്യൻ എന്നിവരിൽ നിന്നും ആകർഷിച്ചെടുത്തത്. ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം 22-23 ശ്ലോകങ്ങൾക്ക്. അപ്പോൾ ഈ വ്യാഖ്യാനത്തിൽ കല്ലുകോട്ടം പറയുന്നൊരു കാര്യമുണ്ട്. മുൻകൽപ്പത്തിലുണ്ടായിരുന്ന അതേ വേദങ്ങൾ തന്നെയാണ് ബ്രഹ്മാവ് തൻ്റെ ഓർമ്മയിൽ നിന്ന് കറന്നെടുത്തത് അല്ലെങ്കിൽ ആകർഷിച്ചെടുത്തത്, വേർതിരിച്ചെടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മുൻകൽപ്പം എന്ന് പറയുമ്പോൾ എന്താണ് ഈ കൽപ്പം? അതറിഞ്ഞാലേ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ കൽപ്പം ഇതൊക്കെ രസമാണ്, ഇവരുടെ പ്രപഞ്ചവർണ്ണന. നമ്മൾ ജെറി ബ്രദർ പറഞ്ഞത് കുറേ കേട്ടല്ലോ. ഈ കൽപ്പം എന്താണെന്നുള്ള പറയാം. അതുപോലെ തന്നെ ബ്രഹ്മാവിന് എന്തുകൊണ്ടാണ് ഇത് ഓർത്തെടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പുതുത് എഴുതാൻ പറ്റാത്തത്? ബ്രഹ്മാവ് വേറെ വേദങ്ങൾ എഴുതിയെന്നല്ല പറയുന്നത്, ഓർമ്മയിൽ നിന്ന് കറന്നെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലചക്രം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇവരുടെ ഈ ഹൈന്ദവ പുരാണങ്ങളനുസരിച്ച് പ്രപഞ്ചത്തിന് തുടക്കവും ഒടുക്കവും ഉണ്ട്. പ്രപഞ്ചം ആരംഭമുള്ളത് അവസാനിക്കുന്നതുമാണ്. അപ്പോൾ ഇവരുടെ കാലം എന്ന് പറയുന്നത് യുഗങ്ങളുണ്ട്, ചതുർയുഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്രേതായുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗങ്ങൾ. അതിനെ ചതുർയുഗം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അങ്ങനത്തെ 14 മന്വന്തരങ്ങൾ ചേരുന്നതാണ് ഒരു കൽപ്പം. ഒരു കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കൽപ്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണക്കിൽ വരുമ്പോൾ 432 കോടി വർഷമാണ്. 432 കോടി വർഷം. അപ്പോൾ ഒരു കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. ആ ഒരു പകലിൽ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുന്നു. രാവിലെ എണീക്കുമ്പോൾ പുള്ളി സൃഷ്ടി ആരംഭിക്കുന്നു. സൃഷ്ടി ആരംഭിച്ചിട്ട് പുള്ളിയുടെ രാത്രിയായി പുള്ളി ഉറങ്ങാൻ പോവുകയാണല്ലോ. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാനാണല്ലോ പോകുന്നത്. അപ്പോൾ ഇരുട്ട്, പിന്നെ ഉറങ്ങുകയാണ്. അപ്പോൾ 432 കോടി വർഷം മനുഷ്യൻ്റെ കൂടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയാമോ? പിന്നെ വരുന്നത് പ്രളയമാണ്. ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്ന് പറഞ്ഞാലും ഇതുപോലെ 432 കോടി വർഷമാണ്. 432 കോടി വർഷം പ്രളയമാണ്. പ്രപഞ്ചത്തിൽ യാതൊരു ജീവജാലങ്ങളും ഇല്ല, എല്ലാം നശിക്കും, സകല ജീവജാലങ്ങളും നശിക്കും. പക്ഷെ ഒന്ന് മാത്രം നശിക്കില്ല, അതാണ് വേദങ്ങൾ. കാരണം വേദങ്ങൾ സനാതനമാണ്, നശിക്കാത്തത്, മാറ്റം വരാത്തത്. അപ്പോൾ വേദങ്ങൾ അപൗരുഷേയമാണ്, എന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമല്ല. മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിലേ നശിക്കുകയുള്ളൂ. ഇത് മനുഷ്യൻ എഴുതിയതല്ല, ഇത് പണ്ടേ ഉള്ളതാണ്. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ബ്രഹ്മാവിന് ഉറങ്ങുകയാണല്ലോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ സ്ലീപ്പിംഗ് മോഡിൽ തലച്ചോറിനകത്ത് ഈ വേദങ്ങളെല്ലാം അങ്ങനെയുണ്ട്, ഓർമ്മയിലുണ്ട്, സ്മൃതിയിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ 432 കോടി വർഷം കഴിയുമ്പോൾ രാത്രി കഴിഞ്ഞു പോയി, പകലായി. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ വരികയാണ്. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ വീണ്ടും സൃഷ്ടി നടത്തുകയാണ്. എല്ലാത്തിനെയും സൃഷ്ടിക്കും. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദേവന്മാരെയും മനുഷ്യരെയും എല്ലാത്തിനെയും സൃഷ്ടിക്കും. സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വേദങ്ങളെ സൃഷ്ടിക്കേണ്ടി വരുന്നില്ല, വേദങ്ങളെ കറന്നെടുക്കുകയാണെന്നാണ് പറയുന്നത്. ആ കറന്നെടുക്കാനുള്ള ഇതെന്ന് പറയുന്നത് ഇത് ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് ഇവിടുത്തെ സെമിനാർ ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേ പുതിയ അറിവുകൾ കിട്ടി. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ നിങ്ങൾക്ക് ഇല്ലായിരുന്ന കുറേ അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോയി കിടന്നുറങ്ങുന്നു. ഉറങ്ങി നാളെ നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് നിങ്ങളിത് ഓർമ്മയിൽ നിന്ന് വീണ്ടും എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പുതിയതായിട്ട് പഠിക്കുന്നില്ല. നാളെ വന്ന് വീണ്ടും നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. ഉണ്ടോ?
ഇല്ലല്ലോ, നമ്മൾ ആരും ചെയ്യുന്നില്ല. ഓരോ ദിവസത്തെ ഓർമ്മ നമ്മുടെ മെമ്മറിയിലുണ്ട്, പിറ്റേ ദിവസം നമ്മളത് ഓർത്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ബ്രഹ്മാവും ചെയ്യുന്നത്. ബ്രഹ്മാവ് എഴുന്നേൽക്കുമ്പോൾ പുള്ളിയുടെ മെമ്മറിയിൽ വേദങ്ങളുണ്ട്. എന്ത് ചെയ്യും പുള്ളി അത് ഈ സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും ഇങ്ങനെയൊക്കെയുള്ള വായുവിലൂടെയും അഗ്നിയിലൂടെയൊക്കെ ആയിട്ടത് പുറത്തേക്ക് വിടുകയാണ്. മനസ്സിലായി? ഓർമ്മയിൽ നിന്ന് കറന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ അകിടിനകത്ത് പാലുണ്ട്, നമ്മൾ കറക്കുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പാലല്ല അത്, അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അകിടിയിൽ നിന്ന് അത് പുറത്തേക്ക് എടുക്കുകയാണ്, വേർതിരിച്ചെടുക്കുകയാണ്. അതാണ് ദുദാഹ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്, കറന്നെടുക്കുക എന്നുള്ള ആ ആശയം വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രപഞ്ചം സൃഷ്ടിച്ച സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ഈ വേദങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രമാണങ്ങളിൽ ഒരക്ഷരം കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എടുത്തു കളയാനോ പറ്റില്ല. മനസ്സിലായോ? പുള്ളിക്ക് പോലും പുതുതായിട്ട് എഴുതി ഉണ്ടാക്കുകയല്ല, ഓർമ്മയിൽ നിന്ന് അത് കറന്നെടുക്കാൻ അല്ലെങ്കിൽ ആകർഷിച്ചെടുക്കാൻ, വേർതിരിച്ചെടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ ഒന്നും അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാനോ പുതുതായിട്ട് എഴുതാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ പുസ്തകം തന്നെ. ഇതിലെ മനുസ്മൃതിയുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമാണ് മന്വർത്ഥ മുക്താവലി. അപ്പോൾ അതിൻ്റെ അകത്ത് കല്ലുകോട്ടം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ഇല്ലാത്ത എന്ത് അധികാരമാണ് ഈ ആർഷവിദ്യാ സമാജത്തിലെ ഈ മധുസൂദന സാറിനുള്ളത്? പുള്ളി പറയാണ് ആവശ്യമുണ്ടെങ്കിൽ വെട്ടിക്കളയാം, ഇത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാറ്റിക്കളയാം, ഡിലീറ്റ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ സനാതനമാകുന്നത്? സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ ഒരേപോലെ നിലനിൽക്കുന്നതാണ്. മനസ്സിലായി? ഒരു മാറ്റവും വരാൻ പാടില്ല, മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് സനാതനം. പക്ഷെ ഇദ്ദേഹം തന്നെ പറയുകയാണ് അങ്ങനെയല്ല, ഞങ്ങളുടെ സനാതന ധർമ്മം വേറെയാണ്. ഞങ്ങളുടെ സനാതനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് കളയും, ആവശ്യമുള്ളതാണെങ്കിൽ ഞങ്ങൾ കൂട്ടിച്ചേർക്കും. ഇനി എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ രൂപമാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യും, അതൊക്കെ ചെയ്യും. അതാണ് ഞങ്ങളുടെ സനാതനം. ഇതാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഒരു സംസ്കൃതം മലയാളം നിഘണ്ടു എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ സനാതന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒന്ന് അദ്ദേഹം പരിശോധിച്ച് നോക്കണം. അതാണ് മധുസൂദന സാർ ആദ്യം ചെയ്യേണ്ടത്. കാരണം അതെങ്കിലും ഈ സനാതനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ 99.9% ഈ സനാതനം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് ഇവർ ഈ സനാതനധർമ്മം തിരിച്ചു കൊണ്ടുവരണം. നേരത്തെ അജീഷ് ബ്രദർ ആ ക്ലിപ്പ് കേൾപ്പിച്ചല്ലോ, ആ കാഷായ വസ്ത്രധാരി പറയുന്നത് സനാതനധർമ്മം തിരിച്ചു കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. ഇതെന്താണ് സംഗതി എന്ന് ഇവർക്ക് ആർക്കും ഒരു ധാരണയില്ല, ഇതിനെക്കുറിച്ച് ഒരു പിടിയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം, വേണമെങ്കിൽ ചിലത് വെട്ടിമാറ്റാം, സെൻസർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഈ സനാതനം എന്ന് പറയാൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇനി ഇതിൽ നേരത്തെ ഹിന്ദുമതത്തിലെ അടിസ്ഥാന ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, ഷഡ്ദർശനങ്ങൾ, 6 ദർശനങ്ങൾ: ന്യായം, വൈശേഷികം, സാങ്ക്യം, യോഗം, പൂർവ്വമീമാംസ, ഉത്തരമീമാംസ എന്നുള്ള 6 പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പൂർവ്വമീമാംസയെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതിൽ അവർ പഠിപ്പിക്കുന്നത് ശബ്ദനിത്യതാവാദമാണ്. ശബ്ദനിത്യതാവാദം എന്ന് പറയുന്നത് വേദങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, വേദം ചൊല്ലുകയാണല്ലോ, നമ്മൾ ചൊല്ലുമ്പോൾ പുറത്തു വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, ശബ്ദം, ആ ശബ്ദം പോലും നിത്യമാണ്, സനാതനമാണ്, അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് എഴുതിയ വാക്കുകളുടെ കാര്യമല്ല ഈ പറയുന്നത്, വാക്കല്ല അത്, ആ ശബ്ദം പോലും നിത്യമാണ്, മാറ്റാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുക. ഇദ്ദേഹം പറയണം അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ വെട്ടിമാറ്റും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഇവരുടെ ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ഇവരുടെ പ്രമാണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെതിരായിട്ടാണ് ഇദ്ദേഹം വന്നിട്ട് പറയുന്നത്. ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്. സനാതനം എന്താണെന്ന് അറിയാത്ത ആൾക്കാരെക്കുറിച്ച്, സനാതനധർമ്മം എന്താണെന്ന് അറിയാത്ത ആൾക്കാരെയൊക്കെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നത്. ഇത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അതുപോലെ തള്ളിക്കളയാനും പറ്റുന്നൊരു സംഗതിയല്ല. അങ്ങനെ പറ്റുന്നതായിരുന്നെങ്കിൽ ഇത് പണ്ടേ തിരുത്തുമായിരുന്നു, തിരുത്തിയിട്ടില്ലല്ലോ. അത് ഞാൻ പുറകെ പറയാം അതിനെക്കുറിച്ച്. കാരണം ഈ പൂർവാചാര്യന്മാരുണ്ടായിരുന്നല്ലോ കുറേ, ശങ്കരാചാര്യരായാലും അല്ലെങ്കിൽ രാമാനുജാചാര്യരായാലും മാധവാചാര്യർ, ഇങ്ങനെ കുറേ പേര് ആചാര്യന്മാരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അവരാരും തന്നെ ഇതിനകത്ത് തെറ്റുകളുണ്ട് തിരുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്ത് പോലും ഇല്ല. അവർ ചെയ്തിരിക്കുന്ന ഭാഷ്യങ്ങൾ ചമയ്ക്കുകയാണ്, കമൻട്രികൾ എഴുതുക ചെയ്തിരുന്നത്. ആ കമൻട്രികളിലെല്ലാം പറയുന്നത് ഇത് സനാതനമായവയാണ്, ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരാരും തിരുത്തിയിട്ടില്ല. അപ്പോൾ അവരാരും തിരുത്താത്ത കാര്യം ഇദ്ദേഹം വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തിരുത്തുമെന്ന് പറയുമ്പോൾ ആരാണ് വലുത്? ശങ്കരാചാര്യരാണോ അതോ ഈ മധുസൂദനാണോ? ആരാണ് വലുത്? ഇതില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞല്ലോ ഇത് മനുഷ്യന്
മനുഷ്യനും സമാജത്തിനും ദോഷം വരുന്നതാണെങ്കിൽ അത് വർജിക്കണം, വർജനം എന്ന് പറഞ്ഞല്ല. എന്തേത് വർജിച്ചില്ല? ഇവിടെ പല പല ഇതുകളുണ്ടായിരുന്നല്ല. ഇവിടെ ഇത് പരാശര സ്മൃതിയാണ്. പരാശര സ്മൃതി പറയുന്ന കാര്യം എന്താണ്? ശൂദ്രൻ മനഃപൂർവ്വം വേദപാരായണത്തിന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ, അല്ല പരാശര സ്മൃതി അല്ല, സോറി, ഗൗതമധർമ്മസൂത്രമാണ്. അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം, അല്ലെങ്കിൽ കോലരുക്ക് ഉരുക്കി ഒഴിക്കണം, അതാ പറഞ്ഞത്. ഇനി അവൻ ആ വചനം പറയുകയാണെന്നുണ്ടെങ്കിൽ, അവൻ ആ പഠിച്ച കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ നാക്ക് മുറിച്ച് കളയണം. അവനത് ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരം നെടുക വെട്ടിപ്പിളർക്കണം. ഇത് മനുഷ്യനും സമാജത്തിനും നന്മയാണോ തിന്മയാണോ ഈ പറഞ്ഞ കാര്യം? ഇത് തിന്മയാണ്. ഇത് തിന്മയാണെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതും പഠിക്കേണ്ട കാര്യമില്ല. ഏതൊരു മനുഷ്യനും, മനസാക്ഷിയുള്ള ഏതൊരുത്തിനും പറയും ഇത് തിന്മയാണെന്ന്. ഇത് തിന്മയാണെന്ന് അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് ഇവരിത് തിരുത്തിയില്ല? ഇദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ, സനാതനധർമ്മം ഇങ്ങനെയാണെങ്കിൽ, സമാജത്തിനും മനുഷ്യനും തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് ദോഷമുണ്ടാക്കുന്നതാണെന്ന് തോന്നിയാൽ, തിന്മയാണെന്ന് തോന്നിയാൽ ഞങ്ങളത് വർജിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത് ഒരെണ്ണമല്ല, ഇതുപോലത്തെ കുറേ ഉണ്ട്. ഇവരുടെ പുസ്തകങ്ങളുണ്ടല്ലോ, സ്മൃതികളാകട്ടെ, സ്തോത്രങ്ങളാകട്ടെ, ഇതിഹാസങ്ങളാകട്ടെ, ഓരോന്നെടുത്ത് നോക്കിക്കോ, ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഇതേപോലത്തെ മനുഷ്യത്വ വിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ. ഇതിലൊന്നും ഇവർ തിരുത്തലുകൾ വരുത്തിയിട്ടില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ ഇവർ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ കൊണ്ടുനടന്നതാണ്. ഒരു കുഴപ്പമില്ലാതെ ആചരിച്ചുകൊണ്ടിരുന്നതാണ് ഇവർ. ഇത് എങ്ങനെയാണെന്നറിയാം. ഇപ്പം ഈ പഞ്ചസംസ്കരണം എന്ന് പറഞ്ഞ പരിപാടി വന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ വന്നിട്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം കൊടുത്തു. ആളുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവ്, കുറേ കൂടെ വിശാലമായ ലോകവീക്ഷണം, ഇതെല്ലാം കൊടുത്തു. അത് ആ സമയത്ത് തന്നെ അവിടെ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മിഷണറിമാർ പലപ്പോഴും ബ്രിട്ടീഷ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സതിയൊക്കെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഈ വിദ്യാഭ്യാസം, പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പലരും ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വേറെ വരുന്നു, അവർ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഈ ധർമ്മത്തെ, അല്ലെങ്കിൽ ഇവരുടെ മതത്തെ, ഹിന്ദു മതത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഉഡായിപ്പെടുക്കുന്നത്. അതുവരേക്ക് സനാതനമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി മാറ്റം വരുത്താൻ പാടില്ല. ഏഷ ധർമ്മ സനാതന, ഇതാകുന്നു സനാതന ധർമ്മം, ശാശ്വതമായ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കൊള്ളരുതായ്മകളോട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നവർ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പഞ്ചസംസ്കരണം എന്ന് പറഞ്ഞു വരുന്ന അപ്പോഴാണ്. ഇത് മധുസൂദനം കൊണ്ടുവന്നതല്ല, ഇത് ആര്യ സമാജക്കാർ കൊണ്ടുവന്നതാണ്. മനസ്സിലായ? 19-ാം നൂറ്റാണ്ടിലെ ആര്യ സമാജക്കാർ കൊണ്ടുവന്ന സാധനമാണ് ഇത്. അല്ലാണ്ട് ഇത് ഹിന്ദുമതത്തിലുള്ളതല്ല. ഹിന്ദുമതത്തിലെ പ്രമാണങ്ങൾ നിങ്ങൾ ഏതെടുത്ത് നോക്കിക്കോ, അതിനകത്തൊന്നുമില്ല ഈ പഞ്ചസംസ്കരണം എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഇവർക്ക് എവിടെയാണ്? വേദങ്ങളിലുണ്ടോ? ഉപനിഷത്തുക്കളിലുണ്ടോ? ബ്രാഹ്മണങ്ങളിലുണ്ടോ? ആരണ്യങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ ഇതിലുണ്ടോ? ഭഗവത്ഗീതയിലുണ്ടോ? ആഗമങ്ങളിലുണ്ടോ? തന്ത്രങ്ങളിലുണ്ടോ? എവിടെ? ഇവരുടെ ഭാഷ്യങ്ങൾ കുറേ ഉണ്ടല്ലോ, ഭാഷ്യങ്ങളിലുണ്ടോ? ദർശനങ്ങളിലുണ്ടോ? ഉപപുരാണങ്ങളിലുണ്ടോ? ഉപസ്മൃതികളിലുണ്ടോ? ഉപവേദങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ വേദാംഗങ്ങളിലുണ്ടോ? ഇല്ല, ഒരിടത്തുമില്ല. പഞ്ചസംസ്കരണം എന്ന് പറഞ്ഞ പരിപാടി ഇതിലൊന്നും നിങ്ങൾ കാണുകയില്ല, ഇതിലൊന്നും ഇല്ല. ഇത് ആര്യ സമാജക്കാർ 19-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന സാധനമാണ്, പുതിയ സാധനം. മനസ്സിലായത്? അത് കൊണ്ടുവന്നിട്ടപ്പോൾ ആൾക്കാരെ കണ്ണി പൊഴിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ അതൊക്കെ വിട്ട് കളഞ്ഞു, ഞങ്ങൾ അതൊക്കെ പണ്ടത്തെ സംഭവമാണ്, ഞങ്ങളതൊക്കെ വിട്ടു, ഞങ്ങളതൊന്നുമില്ല, ഞങ്ങളിപ്പോൾ പരിഷ്കരിച്ചു. ഞങ്ങളങ്ങനെ പരിഷ്കരിക്കാൻ പറ്റുന്നവരാണ്. നിങ്ങൾക്കത് പറ്റില്ല, നിങ്ങളുടെ പുസ്തകം മാറ്റാൻ പറ്റാത്ത സാധനമാണ്, ഞങ്ങൾക്ക് പരിഷ്കരിക്കാൻ പറ്റും. എന്നിട്ട് അതിന് പേര് സനാതനം. ആ വാക്കിൻ്റെ അർത്ഥം അറിയുന്നവൻ പരിഷ്കരണം എന്ന് പറയില്ല. കാരണം വാക്കിൻ്റെ അർത്ഥം മാറ്റം വരാൻ പാടില്ലാത്തതെന്നാണ്, ശാശ്വതമായി നിലനിൽക്കുന്നത്, നിത്യമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സനാതനം എന്ന് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ലോകത്ത് ഒരു നിയമവും സനാതന നിയമവും ഇല്ല, ഒരു മതവും ഇല്ല, ഒന്നുമില്ല. കാരണം എല്ലാ മാറ്റത്തിനും വിധേയമാണ്. ഇവർ ഈ സനാതനമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മരവുരി എടുത്ത് നടക്കണം. ഇന്നത്തെ പോലെ നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല, മരവുരി എടുത്ത്. അതാണ് അവരുടെ പണ്ടത്തെ ഇത്. ഓരോ കാര്യവും അങ്ങനെ തന്നെ, അതിലേക്ക് പോകണം, തിരിച്ചു പോകണം. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മാറ്റമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പണ്ടത്തെ ഇതിൽ നിന്ന് ഞങ്ങൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് മാറിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ഇതങ്ങനെയൊന്നുമല്ല, എല്ലാ മാറ്റവും ഉണ്ട്, എല്ലാം മാറി പുതിയതിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് സനാതനം എന്നുള്ള പേര് അത് കൊണ്ട് നടക്കും. ഇതാൻ പറഞ്ഞു, വാക്കിൻ്റെ അർത്ഥം ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. ഇവർ ഈ സതി നിരോധനം വില്യം ബെൻഡിക് പ്രഭുവാണ് കൊണ്ടുവരുന്നത് 1829 ഇന്ത്യയിലെ ആദ്യത്തെ
ഗവർണർ ജനറലാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ സാധാരണ ഈ സതിയുടെ കാര്യം പറയുമ്പോൾ രാജാ റാം മോഹൻ റോയുടെ പേര് രാജാ റാം മോഹൻ റോയുടെ പേര് പറയും അല്ലേ. സതി നിർത്തലാക്കിയത് ആര്? സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് രാജാ റാം മോഹൻ റോയ്. പക്ഷെ മനസ്സിലാക്കണം, രാജാ റാം മോഹൻ റോയ് അല്ല, വില്യം കേരിയും കൂട്ടരുമാണ്. സെറാംപൂർ മിഷണറിമാരാണ് അതിൻ്റെ പുറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ബ്രാഹ്മണർ ഇവിടെ പോയി കേസ് കൊടുത്തു. കേസല്ല, പരാതി, ബ്രിട്ടീഷ് അധികാരികൾക്ക് പരാതി കൊടുത്തു. ഇവർ വന്നിട്ട് ഞങ്ങളുടെ മതത്തിൽ ഇടപെടുകയാണ്, ഞങ്ങളുടെ മതകാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും പറഞ്ഞിട്ട്. ഏത് ഈ പിള്ളേരെ, കൊച്ചു പിള്ളേരാണ്. നമ്മൾ സതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധാരണ ഭർത്താവ് മരിച്ചു, ഭാര്യ ചിതയെ ചാടുന്നു പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ ലെവലല്ല നമ്മൾ ഭർത്താവ് ഭാര്യ എന്നൊക്കെ കാണുന്നു. അന്ന് അങ്ങനെയല്ല. അന്ന് 70-80 വയസ്സാകുമ്പോൾ പോയി കെട്ടുന്നത് 8-9 വയസ്സുള്ള പിള്ളേരെയാണ്. അപ്പോൾ അയാൾ 90 വയസ്സുള്ള തന്നെ ചത്തുപോകും. ഈ കൊച്ചിന് ചിലപ്പോൾ 10-12 വയസ്സുണ്ടാവുള്ളൂ. അതിനെയാണ് പിടിച്ച് ഈ ചിതയിലിടുന്നത്. അപ്പോൾ ഈ മിഷണറിമാർ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരുമായിട്ട് കുറേ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ സെറാംപൂർ മിഷണറിമാർ. അത് കഴിഞ്ഞ് ഇവർ പോയി പരാതി കൊടുക്കും. ഞങ്ങളുടെ മതകാര്യങ്ങളുടെ, അവർ സുവിശേഷം പറയാൻ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം, അവരുടെ മതം പ്രചരിപ്പിക്കട്ടെ, പക്ഷെ ഞങ്ങളുടെ മതകാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ പരാതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവരെ വിളിച്ചിട്ട് പറയും, സെറാംപൂർ മിഷണറിമാരെ, അത് വില്യം കേരിനെയും കൂട്ടരെയും വിളിച്ചിട്ട് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് തടയാണ്. ഇനി ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, മിഷണറി പ്രവർത്തനത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഇന്ത്യൻ മുഖം വേണമായിരുന്നു. ഇന്ത്യയിലുള്ള ഒരാൾ ഇതിനെതിരെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ ആരോപണം വരില്ല. അപ്പോൾ ആ സമയത്ത് ഈ രാജാ റാം മോഹൻ റോയൊക്കെ ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇതേപോലെ സതി അനുഷ്ഠിക്കുന്ന കുട്ടിക്കാലത്തെ കണ്ടിട്ട് അതിൽ അദ്ദേഹത്തിനുണ്ടായ വിഷമം ഇതിനെതിരെ, ഈ മാനസികമായിട്ട് ഇതിനെതിരെയാണ്. അപ്പോൾ അദ്ദേഹം ചെറിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. മിഷണറിമാരാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഫുൾ സപ്പോർട്ട് ഇവർ കൊടുക്കുന്നു, അദ്ദേഹത്തെ കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിപ്പിക്കുന്നു, ഇവർ പുറകിൽ. എന്നിട്ട് ഇവർ ചെയ്ത വേറൊരു കാര്യമുണ്ട്. ആ സമയത്ത് വില്യം വിൽബർഫോഴ്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയനാണ്. അടിമത്തം ബ്രിട്ടൻ്റെ കോളനികളിലും ബ്രിട്ടനിലും ഒക്കെ അടിമത്തം നിർത്തലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ക്ലാഫാം സെക്ട് എന്ന് പറയുന്നത് വേറൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലീഡറാണ് വില്യം വിൽബർഫോഴ്സ്. അദ്ദേഹം പാർലമെൻറ്റേറിയനാണ്. വില്യം വിൽബർഫോഴ്സിന് കത്തയക്കും ഇവിടുന്ന്. കത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ നമ്മൾ അയക്കുന്നതൊന്നുമല്ല, കാരണം കപ്പൽ പോകുമ്പോഴാണ് ഉള്ളൂ. അപ്പോൾ കുറേ നാളത്തെയാണ്, ചിലപ്പോൾ ആ മാസത്തെയൊക്കെ വിവരങ്ങൾ മൊത്തമാണ് അങ്ങോട്ട് അയക്കുന്നത്. അദ്ദേഹം അത് വെച്ചിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഈ സതിക്കെതിരായിട്ട്, സതി നിരോധിക്കണം, ഇതിങ്ങനെ ക്രൂരമായൊരു കാര്യം ഇന്ത്യയിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവരാൻ നോക്കും. അവിടെ ബാക്കിയുള്ളവർ വോട്ട് ചെയ്തിട്ട് അത് പരാജയപ്പെടുത്തും, ബില്ല് പരാജയപ്പെടുത്തും. അത് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ഇവിടെ നിന്ന് കത്തയക്കും. ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മരണം നടന്നു എന്ന് അറിഞ്ഞാൽ ഈ മിഷണറിമാർ, അന്ന് ഫോട്ടോ ഒന്നുമില്ല, ക്യാമറയൊന്നുമില്ല, വരയ്ക്കുകയാണ്, പടം വരയ്ക്കലാണ്. അപ്പോൾ ഈ മിഷണറിമാർ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി അവിടെ ചെല്ലും. ചിലപ്പോൾ 10-20 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് സംഭവം മുഴുവൻ അവർ ചിത്രത്തിലാക്കുകയാണ്, വരച്ച് അവിടെ ആ കൊച്ചിനെ ഇതിൽ തള്ളിയിടുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ പടം വരയ്ക്കും. പിന്നെ അവിടെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യും. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെയാണ് വില്യം കേരിക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ ഫോട്ടോ അടക്കം, ഫോട്ടോ എന്ന് വെച്ചാൽ ചിത്രം, ഇതൊക്കെ അടക്കം അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അദ്ദേഹം അവിടെ ബില്ല് കൊണ്ടുവരും. എത്ര ബില്ല് കൊണ്ടുവന്ന് അറിയാമോ? 107 ബില്ല്. 107 ബില്ല് വില്യം കേരി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ? അവർ പറയുന്നത് അവിടെയുള്ള ബ്രാഹ്മണരുടെ മതകാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്. അവിടെ ബ്രാഹ്മണർ പറഞ്ഞാൽ അതിൻ്റെ കീഴിലുള്ള എല്ലാവരും കേൾക്കും. നമ്മൾ മൊത്തം ഇന്ത്യക്കാരെ നിയന്ത്രിക്കേണ്ട, ബ്രാഹ്മണരെ മാത്രം നമ്മുടെ കയ്യിൽ വെച്ച് അവരെ സൂചിപ്പിച്ച് നിർത്തിയാൽ മതി. അവർ നമുക്കെതിരാകാത്ത കാലത്തോളം ഇന്ത്യക്കാർ നമുക്കെതിരാവില്ല. ബ്രാഹ്മണർ പറയുന്ന ഇവർ കേൾക്കുക. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണർ നമുക്കെതിരാവും. ബ്രാഹ്മണർ നമുക്കെതിരായാൽ പിന്നെ ആ കോളനി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന്മാർ പാർലമെൻറ്റിൽ വന്നിട്ട് മൊഴി കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊഴി കേട്ടിട്ടാണ് മറ്റൊരു വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അവസാനം മനസ്സിലായി ഇത് രക്ഷയില്ല, സംഗതി നടപടിയാകില്ല. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? വില്യം കേരിയും മറ്റേ വിൽബർഫോഴ്സൊക്കെ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അദ്ദേഹത്തിന് അയക്കുന്ന കത്തുകൾ അവർ പത്രങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഈ വിവരണങ്ങൾ ഇവിടെ ചെന്ന് ആളുകളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഈ സംഭവമുണ്ട്, ഇതെല്ലാം പത്രങ്ങളിലേക്ക് വന്നിട്ട് പത്രങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. പൊതുജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ തെരുവിലിറങ്ങി, ഇത് നിർത്തലാക്കണം. ദൈവം നമ്മുടെ കയ്യിലൊരു കോളനി തന്നിട്ട്, ഇത്രയധികം ജനങ്ങളെ തന്നിട്ട് ഇതുപോലത്തെ ഒരു അനീതി അല്ലെങ്കിൽ ഇത്ര അധാർമികമായൊരു പ്രവൃത്തി അവിടെ നടന്നിട്ട് നമ്മളത് ചോദിക്കാതിരുന്നാൽ ദൈവം നമ്മുടെ മക്കളോട് ചോദിക്കും. വരും കാലങ്ങളിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങി ഇംഗ്ലണ്ടിൽ.
അപ്പോഴും ഇവർ പറയുന്ന ഇത് തന്നെയാണ് ന്യായം, ഈ കോളനി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞാൽ കോളനി പോകുന്നെങ്കിൽ പോകട്ടെ, പക്ഷേ ദൈവം നമ്മുടെ കയ്യിലൊരു കോളനി തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെയുള്ള മനുഷ്യത്വ വിരുദ്ധമായ കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടാണ് 107ാമത്തെ ബില്ല് പാസ്സാകുന്നത്, സതി നിർത്തലാക്കുന്നത്. നമ്മൾ ലോർഡ് വില്യം ബെൻഡിക് പ്രഭു സതി നിർത്തലാക്കി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടത്തിന് അദ്ദേഹം ചെയ്തൊന്നുമല്ല. അവിടെ നിന്ന് ഇത് വന്നു, ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കിയപ്പോൾ ഇവിടെ നിർത്തിയതാണ്. അതിൻ്റെ പുറകെ പ്രവർത്തിച്ചത് മിഷണറിമാരാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇവർക്ക് മാറേണ്ടി വന്നത്. അല്ലെങ്കിൽ ഭരണഘടന വന്നു, അംബേദ്കർ ദളിത് വിഭാഗത്തിൽ നിന്നൊരു മനുഷ്യനെ ഉയർന്നു വരുന്നു, ഇവിടെ ഭരണഘടന എഴുതുന്നു. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമുക്കറിയാം 17 അയിത്തം നിർത്തലാക്കുന്നു, അൺടച്ചബിലിറ്റി അത് പാടില്ല, അല്ലെങ്കിൽ 14 സമത്വം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ സനാതനത്തിന് അന്യമാണേ. സമത്വം എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. ഒരേ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ വേറെയാണ്. ഒരേ കുറ്റം 5 കൂട്ടർ ചെയ്തു, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പിന്നെ ഇതിൽ പെടാത്ത അവർണനും പഞ്ചമനും, 5 പേര് ഒരേ കുറ്റം ചെയ്താൽ താഴെയുള്ളവന് വധശിക്ഷ കിട്ടും, ശൂദ്രനും വേണമെങ്കിൽ വധശിക്ഷ കിട്ടുന്നു വരും. മറ്റേ വൈശ്യനോട് പറയും പിഴ അടയ്ക്കാൻ പറയും, അതുപോലെ തന്നെ ക്ഷത്രിയനോടും ചിലപ്പോൾ പിഴ അടയ്ക്കാൻ പറയും, ബ്രാഹ്മണനോട് പറയും എന്തെങ്കിലും മന്ത്രം ചൊല്ലി പ്രായശ്ചിത്തമായിട്ട് വല്ല മന്ത്രം ചൊല്ലി അങ്ങ് പൊക്കോ. മറ്റവന് വധശിക്ഷ കിട്ടിയ കേസാണ് ഇവിടെ മന്ത്രം ചൊല്ലുന്നത്. അല്ലെങ്കിൽ കൂടി വന്നാൽ തല മുണ്ടനം ചെയ്യും. കാരണം അവരെ പ്രമാണത്തിൽ പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണൻ്റെ തല മുണ്ടനം ചെയ്യുന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ബ്രാഹ്മണൻ്റെ തല മുണ്ടനം ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണന് വധശിക്ഷ എന്ന് പറഞ്ഞാൽ തല മുണ്ടനം ചെയ്യൽ. ഇങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മെക്കാളെയൊക്കെ രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. തോമസ് ബാബിൻടൺ മെക്കാളെ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ലേ, ക്ലാഫാം സെക്ട് അടിമത്തം നിർത്തലാക്കാൻ വേണ്ടി പൊരുതിയത്. അതിനകത്ത് മെക്കാളെ ഫാമിലിയൊക്കെ ഉണ്ട്. മക്കാലയുടെ അപ്പനും പിന്നെ ഇളയച്ചനുണ്ട്, നമ്മുടെ തിരുവിതാംകൂറിലെ ഇതായിരുന്നു, ദിവാനായിരുന്നു, റെസിഡൻ്റ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ മെക്കാളെ ഇന്ത്യയിലേക്കൊക്കെ പറഞ്ഞു, ഇതൊക്കെ വേറെ ചരിത്രമാണ്, ഞാൻ വഴി തെറ്റി പോകണം ഇപ്പോൾ. ശരിക്കും മെക്കാളെയൊക്കെ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കാൾ മുമ്പ് ഇന്ത്യയെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തുന്നൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് അവരെടുത്ത് കാണിക്കുന്നത് മഹാമോശമാണ്. ഇന്ത്യക്കാരുടെ കാര്യത്തിലാണ് പറഞ്ഞത്, നമ്മൾ കാണിക്കുന്നത് മോശമാണ്. കാരണം 2 നിയമം നമ്മളവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. യൂറോപ്യന്മാർക്ക് ഒരു നിയമം, ഇന്ത്യക്കാർക്ക് വേറെ നിയമം. യൂറോപ്യൻ അവിടെ എത്ര കൊള്ളരുതാത്തവനായിട്ട് നടക്കുകയാണെങ്കിലും അത് ബ്രിട്ടീഷുകാരൻ തന്നെ ആവണമെന്നില്ല, ഫ്രഞ്ചോ പോർച്ചുഗീസുകാരോ ആരോ ആകട്ടെ, യൂറോപ്പിലുള്ള ഒരുത്തൻ എത്ര കൊള്ളരുതാത്തവനായാലും ഇവിടെ വന്ന് എന്തെങ്കിലും തെറ്റ്, ഇന്ത്യയിൽ വന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ അതേ തെറ്റ് ചെയ്ത, രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തിരിക്കുന്നു. ശിക്ഷ വ്യത്യസ്തമാണ്. ശിക്ഷ ഇന്ത്യക്കാരനെ ശിക്ഷിക്കുന്ന പോലെയല്ല യൂറോപ്യനെ. അപ്പോൾ ആൾ പറഞ്ഞു അത് ശരിയല്ല, അവിടെ ഓൾറെഡി ആ ജനം അത് അനുഭവിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ആ ജനം അതാണ് അവിടെ അനുഭവിക്കുന്നത്, അവിടെ നിയമം വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. നമ്മളിപ്പം അടുത്ത ഒരു ഇതായിട്ടാണ് ബ്രാഹ്മണരുടെ മുകളിലുള്ള ഉയർന്ന ജാതിക്കാരായിട്ട് ഇപ്പം നമ്മളവിടെ ഇരിക്കുകയാണ്. അത് തെറ്റാണ്, ദൈവമുമ്പാകെ അത് തെറ്റാണെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യൻ പീനൽ കോഡ് എഴുതുന്നത്. എല്ലാവരും തുല്യരായിട്ട് കാണുന്നത്, തെറ്റാര് ചെയ്താലും ഒരേ ശിക്ഷ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷ മാറ്റുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഹിന്ദു മതത്തിന്. മനസ്സിലായ? അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോഴാണ് ഇവർ പരിഷ്കരിച്ചതിന് ശേഷം, അതായത് സ്വയം പരിഷ്കരിച്ചതല്ല, നിവൃത്തികേട് കൊണ്ട് പരിഷ്കരിക്കേണ്ടി വന്നതാണ്. മനസ്സിലായ? നിവൃത്തികേട് കൊണ്ട് പരിഷ്കരിക്കേണ്ടി വന്നതാണ്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്കിങ്ങനെ പഞ്ചസംസ്കരണമുണ്ട്, ഞങ്ങൾ പരിഷ്കരിക്കും, നിങ്ങൾ പരിഷ്കരിക്കാത്തവരാണെന്ന്. അതുകൊണ്ട് മധുസൂദനോടൊക്കെ പറയാനുള്ളത്, ഇമ്മാതിരി ഉഡായിപ്പും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഞങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി പ്രമാണം വെച്ച് മറുപടി പറ, അല്ലാണ്ട് ഇമ്മാതിരി തട്ടിപ്പ് പരിപാടിയും കൊണ്ട് വരരുത്. നിങ്ങളുടെ പ്രമാണത്തിലില്ലാത്ത പഞ്ചസംസ്കരണം എന്ന് പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മറുപടി പറയാൻ നോക്കുന്ന. മാത്രമല്ല ആദ്യം പോയിട്ട് ഈ സനാതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചിട്ടോ, അത് ആ വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വിഡ്ഢിത്തം പറയില്ല. മാറ്റമില്ലാത്തത് അല്ലെങ്കിൽ മാറാൻ പാടില്ലാത്തത്, ശാശ്വതമായത്, എന്നെന്നും നിലനിൽക്കേണ്ടതെന്നൊക്കെയുള്ള ആ സാധനം, ആ വാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ഇത്ര നേരം നമ്മൾ ഈ സനാതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് നോക്കിയത്. ഇനി സനാതനധർമ്മം എന്താണെന്ന് നോക്കാം. ഈ സനാതനധർമ്മം എന്നൊക്കെ ഇവരിന്ന് പറയുമ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെ പര്യായമായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്, സനാതനധർമ്മം ഞങ്ങളുടേത് പണ്ട് മുതലേ ഉള്ള ധർമ്മം, അങ്ങനെയൊക്കെ. അത് വാസ്തവത്തിൽ വഞ്ചിക്കുകയാണ്, ആളുകളെ വഞ്ചിക്കുന്ന പരിപാടിയാണ്. ഇവർ പറഞ്ഞ് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശ്വമാനവികതയാണ് സനാതനധർമ്മം എന്നൊക്കെ ഇവരുടെ ആൾക്കാരിരുന്ന് തട്ടിമുളിക്കുന്ന കേൾക്കാം. ഏഷധർമ്മ സനാതന അതും പറയും ഇവർ. ഇതാകുന്നു സനാതനധർമ്മം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഇവരുടെ ഈ വേദസംഹിതകളിൽ, അതായത് ഋഗ്വേദത്തിലാകട്ടെ, യജുർവേദത്തിലാകട്ടെ, സാമവേദത്തിലാകട്ടെ, അഥർവവേദത്തിലാകട്ടെ, അല്ലെങ്കിൽ ആരണ്യങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ ദശോപനിഷത്തുകളിലോ ഒന്നും തന്നെ ഏഷധർമ്മ സനാതന, ഇത് സനാതന ധർമ്മമാകുന്നു എന്നുള്ള ആ വരി കാണാൻ പറ്റില്ല അതിനകത്ത്. അത് വരുന്നത് പിന്നീടുള്ളതിലാണ്. സ്മൃതികളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉണ്ട് ഏഷധർമ്മ സനാതന എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്നതായ ചില നിയമങ്ങളുണ്ട്, ഇവർക്ക് മെച്ചം കിട്ടുന്ന, ഗുണം കിട്ടുന്നതായ നിയമങ്ങൾ. ആ നിയമം ഒരു കാലത്ത് ഇവിടുന്ന് മാറിപ്പോകരുത്, അത് എപ്പോഴും ആ നിയമം കൂടെ വേണം. അതിനു വേണ്ടിയിട്ട് ആ സീല് പതിപ്പിക്കുന്ന പോലെ അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറയും ഏഷ ധർമ്മ സനാതന എന്ന് പറയും. അതായത് ഈ നിയമം മാറ്റാൻ പാടില്ല, വേറെ നിയമമൊക്കെ മാറ്റി, പക്ഷേ ഈ നിയമം മാറ്റാൻ പാടില്ല, അങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് അതൊരു മതമായിട്ടോ അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്നുള്ള അങ്ങനെയൊന്നുമല്ല. അത് ഇന്ന് ഇവന്മാർ പറയുന്നതാണ് സനാതനധർമ്മം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവരുടെ പുസ്തകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഈ സവർണ മേധാവിത്വം ഈ മണ്ണിലെ ഈ നാട്ടിലെ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ച കിരാതമായ മനുഷ്യത്വ വിരുദ്ധമായ ചില നിയമങ്ങൾ ഒരു കാരണവശാലും മാറിപ്പോകരുത്, എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന, അതായത് ഇതാരും ലംഘിക്കാൻ പാടില്ല, ഇത് ശാശ്വതമായി നിലനിൽക്കേണ്ട നിയമങ്ങളാണെന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ചില സംഗതികളാണ്. അതായത് അവരുടെ നീചപ്രവൃത്തികൾക്ക് ന്യായീകരണം ചമയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏഷധർമ്മ സനാതന എന്നിവർ പറഞ്ഞത്. ഇത് വരാം. ഇത് വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലെ 25-ാം സർഗം. അത് എൻ്റെ കയ്യിലുള്ള മലയാള പരിഭാഷയിൽ 25-ാം സർഗമാണ്. പക്ഷേ നെറ്റിലൊക്കെ നോക്കുമ്പോൾ വേറെ ചില പതിപ്പുകളിൽ സംസ്കൃതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ 24-ാമത്തെ സർഗമാണ്. അവിടെ ഏഷധർമ്മ സനാതന എന്നുള്ള ശ്ലോകം കാണാം. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. നമുക്കറിയാം, താടകയെ രാമൻ വധിക്കുന്നുണ്ട്. വിശ്വാമിത്രനൊപ്പം പോകുന്ന സമയത്ത് കാട്ടിൽ വെച്ച് താടകയെ വധിക്കുന്നു. അപ്പോൾ ഈ താടകയെ കൊല്ലാൻ വിശ്വാമിത്രൻ പറയുമ്പോൾ രാമൻ ഒരു സങ്കോചം, കാരണം ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയെ എങ്ങനെയാണ് കൊല്ലുക എന്ന് പറഞ്ഞ് രാമൻ സങ്കോചപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ശ്ലോകം അദ്ദേഹം പറഞ്ഞത്. 13-ാമത്തെ ശ്ലോകമാണ് ബാലകാണ്ഡത്തിൻ്റെ 25-ാം സർഗം 13-ാമത്തെ ശ്ലോകം. ഏനാം രാഘവ ദുർവൃത്താം യക്ഷീം പരമദാരുണാം ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹി ദുഷ്ടപരാക്രമാം. അതായത് പറയണം, അല്ലയോ രാഘവ, ഈ ദുഷ്ടസ്വഭാവമുള്ളവളും ഭയങ്കരിയും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവളുമായ ഈ യക്ഷിയെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും നന്മ വരുത്തുന്നതിന് വേണ്ടി നീ കൊന്നുകളയുക. ഗോബ്രാഹ്മണ ഹിതാർത്ഥായ, ഗോ എന്ന് പറഞ്ഞാൽ പശു, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രാഹ്മണൻ. അപ്പോൾ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഹിതം വരുത്താൻ വേണ്ടി നീ അവളെ കൊന്നുകളയുക. അത് കഴിഞ്ഞിട്ട് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഇവള് അഗസ്ത്യമുനിയുടെ ശാപം കാരണമാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ട് അടുത്ത 15-16 ശ്ലോകങ്ങൾ ഇങ്ങനെയാണ്. നഹി തേ സ്ത്രീ വധകൃതേ ഗൃണാകാര്യ നരോത്തമ ചാതുർവർണ്ണ്യ ഹിതാർത്ഥായ കർത്തവ്യം രാജസൂനുന രാജ്യഭാര നിയുക്താനാം ഏഷ ധർമ്മ സനാതന അധർമ്യാം ജഹി കാകുൽസ്ഥ ധർമ്മോ ഹ്യസ്യാം ന വിദ്യതേ. പറയാണ്, നരശ്രേഷ്ഠനായ ശ്രീരാമ, ഒരു സ്ത്രീയെയാണല്ലോ കൊല്ലുന്നത് എന്നോർത്ത് നീ യാതൊരു സങ്കോചവും കാണിക്കേണ്ടതില്ല. രാജകുമാരനായ നീ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി ഇത് ചെയ്തേ തീരൂ. രാജ്യഭാരം നിർവഹിക്കുന്നവർക്ക് എന്താണ്? ഏഷധർമ്മ സനാതന, ഇതൊരിക്കലും മാറ്റാൻ പാടില്ലാത്ത സനാതനധർമ്മമാണ്, ശാശ്വതമായ ധർമ്മമാണ്. മനസ്സിലായോ? നിത്യമായതാണ്. അപ്പോൾ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും നന്മയ്ക്കും, നേരത്തെ നമ്മൾ കണ്ടു ഗോബ്രാഹ്മണ ഹിതാർത്ഥായ, പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടിയിട്ട് ഇവിടെ ചാതുർവർണ്ണ്യം. അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയ? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇവരുടെ പ്രമാണങ്ങളിൽ തന്നെ എല്ലായിടത്തും ഇല്ല, ഇടയ്ക്ക് ചില ഇടങ്ങളിൽ പ്രത്യേകമായി എഴുതി വച്ചിരിക്കുക ഏഷധർമ്മ സനാതന, ഇത് സനാതനധർമ്മമാകുന്നു എന്ന് വെച്ചാൽ ഈ നിയമം നീ മാറ്റരുത്, അങ്ങനെ മാറ്റാൻ പാടില്ലെന്ന് പറയുന്നൊരു നിയമമാണിത്. ഒരു വ്യക്തിയുടെ ജീവനേക്കാൾ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ചാതുർവർണ്ണ്യത്തിൻ്റെയും ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ വില കൽപ്പിക്കുന്നതാണ് ഈ പറയുന്ന സനാതനധർമ്മം. മനസ്സിലായോ? ഇത് നമ്മളിത് വായിക്കുമ്പോൾ തോന്നും, ഓ ഇത് വാൽമീകി രാമായണത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതല്ലേ, അത് പുരാണകഥ പോലെ അങ്ങ് വായിച്ചു പോയാൽ മതിയെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയുള്ളതല്ല ഇത്. ഇത് ഈ കാലത്തും പ്രസക്തമാണ്. നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും ഇത് പ്രസക്തമാണ്. വിശ്വാമിത്രൻ അന്ന് എന്താണ് ശ്രീരാമനോട് പറഞ്ഞത്?
പശുക്കൾക്കും ബ്രാഹ്മണർക്കും ചാതുർവർണ്ണത്തിനും വേണ്ടി ഒരു സ്ത്രീയെ കൊന്നാലും തെറ്റില്ല. ഏഷധർമ്മ സനാതന, ഇതാണ് സനാതനധർമ്മം എന്നല്ലേ പറഞ്ഞത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട ഇതിലും കൃത്യമായിട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റുന്നത്? അന്ന് താടക എന്ന ആദിവാസി സ്ത്രീയെ കൊന്നത് പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടിയാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് പശുക്കളുടെ പേരിൽ കൊല്ലപ്പെടുന്നത് ആരാ? ദളിതരും അവർണരും ആദിവാസികളും ന്യൂനപക്ഷക്കാരുമായ മനുഷ്യർ പശുവിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഇതാണ് കാര്യം, സനാതനധർമ്മമാണത്. പശുവിന് വേണ്ടിയിട്ട് കൊല്ലുക എന്നുള്ളത് മനുഷ്യജീവനേക്കാളും വലുത് അവർക്ക് പശുവിൻ്റെ ജീവനാണ്. അപ്പോൾ പശുവിന് വേണ്ടി കൊല്ലുക, മനസ്സിലായോ? ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ മൃഗത്തിന് വില കൽപ്പിക്കുന്ന, ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ ദരിദ്രരായ മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ത്രേതായുഗത്തിലെ അതേ സനാതന നീതി തന്നെയാണ് 21-ാം നൂറ്റാണ്ടിലും നമ്മൾ കാണുന്നത്. ഈ രാജ്യത്ത് നിർബാധം അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ചാതുർവർണ്ണ്യ ഹിതാർത്ഥായ, അവരുടെ ഭരണം അതാണ്. ചാതുർവർണ്ണ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ, പശുക്കളുടെയും ബ്രാഹ്മണരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്. കേന്ദ്രത്തിലെ അവരവിടെ ഇരിക്കുന്നത് വെറുതെ ഒന്നല്ല, ഈ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? ഇന്ത്യയിലെ വനവാസികളായിരിക്കുന്ന മനുഷ്യർക്ക്, ദളിതരായ അവർണരായ ആളുകൾക്ക് അവരുടെ മണ്ണ് നഷ്ടപ്പെടുകയാണ്. ഓരോരോ പ്രൊജക്റ്റുകളൊക്കെ പറഞ്ഞിട്ട് കാടുകളിലേക്ക് കയറിയിട്ട് ഇവരുടെ ഈ കോർപ്പറേറ്റുകൾ, ഗുജറാത്തിൽ നിന്നുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവരുടെ മണ്ണും ഇവരുടെ ഭൂമിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാരണം ഇതാ ചാതുർവർണ്ണ്യ ഹിതാർത്ഥം. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുകയും പറയുകയും വേണം. ഇതൊക്കെ ക്രൈസ്തവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം പണ്ട് മിഷണറിമാർ ഇത് ചെയ്തിട്ടുള്ളതാണ്. മിഷണറിമാർ ഇത് ചെയ്തുകൊണ്ടാണ് ഈ നാട്ടിൽ വെളിച്ചം വന്നത്. കാരണം നൂറ്റാണ്ടുകളോളം ഇവരെയൊക്കെ ഇതും പറഞ്ഞ് അടച്ചു വച്ചിരുന്നതാണ്. ഇത് മാറ്റാൻ പാടില്ലാത്ത നിയമമാണ്. ഏഷധർമ്മ സനാതന എന്നും പറഞ്ഞ് ഈ ആളുകളെയൊക്കെ പറ്റിച്ച് വഞ്ചിച്ച് അതിനകത്ത് കുടുക്കിയിട്ടതാണ്. അത് മാറ്റിയത് മിഷണറിമാരാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പിന്തുടർച്ച നമ്മളായിട്ട് ചെയ്യണം, ഇവിടുത്തെ ക്രൈസ്തവർ ചെയ്യണം. ഇനി സ്ത്രീകളുടെ കാര്യം നോക്കിയാലോ. അന്ന് വിശ്വാമിത്രൻ എന്താ പറഞ്ഞത്? ചാതുർവർണ്ണയത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകളെ കൊല്ലുന്നതിൽ തെറ്റൊന്നുമില്ല, നീ കൊന്നോ എന്നാ പറഞ്ഞത്. മണിപ്പൂരിൽ നമ്മുടെ സഹോദരിമാരോട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? നമ്മൾ കുറേ വീഡിയോകളൊക്കെ കണ്ടതല്ലേ. ഹത്രാസിൽ ദളിത് സ്ത്രീകളോട് കാണിച്ചത്. പലയിടങ്ങളിൽ ഇന്നും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതെല്ലാം ഈ ചാതുർവർണ്ണയത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്ത്രീകളെയൊക്കെ ക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ദളിത് അവർണ ആദിവാസി സ്ത്രീകളെ ഇവരിപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ വിശ്വാസം അതാണ്. അവരുടെ ആ ചാതുർവർണ്ണയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്ത്രീകളെ കൊല്ലുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് ആ ബിൽക്കിസ് ബാനു കേസിലൊക്കെ ആ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് അകത്ത് പോയവരെ ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പേ സംഘപരിവാർ സർക്കാർ അവരെ മോചിപ്പിച്ചു. പുറത്തിറങ്ങിയവരെ മാലയിട്ട് സ്വീകരിക്കുകയാണ് ബലാത്സംഗ കേസിലെ കുറ്റവാളികൾ. ഇതാണ് കാര്യം. അന്ന് വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുത്തല്ലോ ഏഷധർമ്മ സനാതന എന്ന്. അത് ഭരണകൂടം മാറി, ഇവിടെ ഭരണഘടന മാറി, ഇതൊക്കെ മാറിയിട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അവനെ സംബന്ധിച്ച് അതാണ് അവൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അടുത്തത് ഏഷധർമ്മ സനാതന എന്ന് പറയുന്ന അടുത്ത സന്ദർഭം നോക്കാം. ഇത് പരാശര സ്മൃതിയാണ്. പരാശര സ്മൃതി 2-ാം അധ്യായത്തിൻ്റെ 14-15 ശ്ലോകങ്ങളാണ്. വികർമ്മ കുർവതേ ശൂദ്ര ദ്വിജശുശ്രൂഷയോജ്ജിത ഭവന്തി അല്പായുഷസ്തേ വൈ നിരയം യാന്ത്യ സംശയം ചതുർണാമഭി വർണ്ണാനാം ഏഷധർമ്മ സനാതന. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആളുകളെയൊക്കെ പറ്റിച്ച് വഞ്ചിച്ചുകൊണ്ടിരുന്നത്, അവരുടെ അധ്വാന ഫലമൊക്കെ കവർന്നെടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഏഷധർമ്മ സനാതന എന്ന് പറഞ്ഞിട്ടാണ്. ബ്രാഹ്മണാദി മേൽജാതിക്കാരെ, അതായത് ദ്വിജന്മാർ 3 കൂട്ടരാണ്, ത്രൈവർണികരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ 3 കൂട്ടരെ അവരെ സേവിക്കുക എന്ന തങ്ങൾക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ഉപേക്ഷിച്ച് തങ്ങൾക്ക് വിധിക്കപ്പെടാത്ത മറ്റു തൊഴിലുകൾ ചെയ്യുന്ന ശൂദ്രന്മാർ അകാലത്തിൽ മരിക്കുകയും അവരുടെ ആയുസ് കുറയും. അവിടെ പറയുന്നുണ്ട് എന്താണ്? ഭവന്തി അല്പായുഷസ്തൈ, അതായത് അല്പായുസായി ഭവിക്കും. മനസ്സിലായ? അവൻ്റെ ആയുസ് കുറയും, അകാലത്തിൽ മരിക്കുകയും യാതൊരു സംശയവുമില്ലാതെ അവർ നരകത്തിൽ പതിക്കുകയും ചെയ്യും. 4 വർണ്ണങ്ങൾക്കും ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത സനാതനധർമ്മം ഇതാകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സനാതനധർമ്മം എന്താണെന്നുള്ളത്. ശൂദ്രന്മാർ അറിവ് നേടുകയോ മറ്റു ജോലികൾ ചെയ്യുകയോ ചെയ്യരുത്. അവർ ചെയ്യേണ്ടത് എന്താണ്? മുകളിലുള്ള 3 വർണ്ണക്കാരെ സേവിക്കണം. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും സേവിക്കണം. അത് ചെയ്യാതെ അവൻ വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആയുസ് കുറയും, അവൻ അല്പായുസായിട്ട് മരിക്കും. ഇനി ചത്താലും രക്ഷയുണ്ടായില്ല, അവൻ നരകത്തിൽ പോകും.
ഇതൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇവിടെ. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണ് ആളുകൾ ഇവരുടെ കീഴിൽ ഒതുങ്ങിയിരുന്നത്. ആയുസെത്താതെ ഞാൻ ചാകും, ചത്താ നരകത്തിലും പോകും, അതിനേക്കാളും ഭേദം ഇവരെ സേവിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാം ഇവിടെ. മനസ്സിലായി? എന്നിട്ട് പറയാണ് ഏഷധർമ്മ സനാതന. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഈ സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് വളരെയധികം ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നായരും ഈഴവരും പുലയരും പറയരും ഒക്കെ ആയിട്ടുള്ള അവർണസംഖ്യകളും മറ്റുമൊക്കെയാണ്. ഈ ശൂദ്രൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരാന്നറിയോ? നായരാ. അപ്പോൾ ഈ സനാതനമൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, നിയമം നടപ്പാക്കാൻ പോകുന്നത്. ഇതാ, ഇവൻ വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഇല്ലങ്ങളിൽ പഴയതുപോലെ കാര്യസ്ഥന്മാരായിട്ട് അവിടെ പണിക്ക് നിൽക്കേണ്ടി വരും. അതായത് സ്വന്തം ശവപ്പെട്ടിയിലുള്ള ആണിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മരുത് ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. ഇവരെ കൊണ്ട് സനാതനത്തിന് മറ്റവന്മാർ ജയ് വിളിപ്പിക്കുമ്പോൾ സ്വന്തം ശവക്കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇവർക്ക്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഇവന്മാർ ജയ് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ വേഗം ഓടിച്ചു പോകണം, സമയം കുറേ ഇതായി. ഏഷധർമ്മ സനാതന എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗം നമ്മൾ അറിയാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ അയൽവക്കത്തോ മറ്റൊരാൾ മരിച്ചു എന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാണാൻ പോകും, അല്ലേ? ഡെഡ് ബോഡി കാണാൻ പോകും. അവിടെ അതിപ്പോൾ ഏത് മതത്തിൻ്റെ ആയാലും നമ്മൾ പോകും. ചിലപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങളെല്ലാം കഴിയുന്നവരെ നമ്മളവിടെ നിൽക്കും. നമുക്ക് കർമ്മമൊന്നും ഇല്ലെങ്കിലും അവരുടെ കർമ്മം ചെയ്ത് കഴിയുന്നവരെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരും. അങ്ങനെയാണ്. പക്ഷേ സനാതനധർമ്മം പറയുന്നത് അത് പാടില്ല എന്നുള്ളതാണ്. അതായത് ബ്രാഹ്മണർ ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മുകളിലുള്ള ജാതിക്കാർ താഴെയുള്ള ജാതിക്കാരോട് ഇത് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതാണ് ഏഷധർമ്മ സനാതന എന്ന് പറയുന്നത്. ഇത് പരാശര സ്മൃതി 3-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളത് വലുതുണ്ട്, അതുകൊണ്ട് ഞാൻ മൊത്തം സംസ്കൃതത്തിലുള്ള ഞാൻ പറയുന്നില്ല. അത് അവസാനിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് പറയാണ് ഏഷധർമ്മ സനാതന. ഒരു ബ്രാഹ്മണൻ വേറെ ജാതിക്കാരുടെ മൃതദേഹത്തിൻ്റെ പുറകെ പോയാൽ അവന് അശുദ്ധി വരും, ബ്രാഹ്മണൻ അശുദ്ധി വരും. ഈ അശുദ്ധി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അറിയോ? ജാതിയുടെ അളവ് നോക്കിയിട്ടാണ്. ബ്രാഹ്മണൻ പോകുന്നത് ക്ഷത്രിയൻ്റെ ആണെന്നുണ്ടെങ്കിൽ വലിയ അശുദ്ധിയില്ല, വൈശ്യനാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അശുദ്ധിയാണ്, ശൂദ്രനാണെങ്കിൽ മഹാശുദ്ധിയാണ്. അപ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ അതിൻ്റെ 43-ാമത്തെ ശ്ലോകം പറയുന്നത് ഒരു ബ്രാഹ്മണൻ അറിവില്ലായ്മ കൊണ്ടൊരു ക്ഷത്രിയൻ്റെ മൃതദേഹത്തെ അനുഗമിച്ചാൽ അവന് ഒരു ദിവസത്തെ അശുദ്ധി ഉണ്ടാകും. പഞ്ചഗവ്യം കഴിച്ചാൽ മാത്രമേ അവൻ ശുദ്ധനാകുകയുള്ളൂ. ഒരു ദിവസത്തെ അശുദ്ധിയാണ്. ഇനി ഒരു ബ്രാഹ്മണൻ അറിവില്ലായ്മ കൊണ്ട് ഒരു വൈശ്യൻ്റെ മൃതദേഹത്തെ അനുഗമിച്ചാൽ അവന് 2 രാത്രിയിലെ അശുദ്ധി ഉണ്ടാകും. 2 രാത്രി എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെയാണ്. അപ്പോൾ അവൻ 6 തവണ പ്രാണായാമം ചെയ്യണം പ്രായശ്ചിത്തമായിട്ട്. ഇനി ശ്ലോകം 45-46 പറയാണ് ഒരു ബ്രാഹ്മണൻ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഒരു ശൂദ്രൻ്റെ മൃതദേഹത്തിന് പിന്നാലെ പോയാൽ അവന് 3 രാത്രിയിലത്തെ അശുദ്ധി ഉണ്ടാകും. 3 ദിവസം തികയുമ്പോൾ അവൻ സമുദ്രത്തിൽ ചേരുന്ന ഒരു നദിയിൽ പോയി കുളിക്കണം, 100 തവണ പ്രാണായാമം ചെയ്യണം, നെയ്യ് കുടിക്കണം, അപ്പോൾ മാത്രമേ അവന് ശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഡെഡ് ബോഡി കാണാൻ പോയാൽ, അല്ലെങ്കിൽ ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ അനുഗമിച്ചാൽ ഒക്കെയുള്ള കാര്യം ഈ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ആ അവസാനത്തെ ഇതിൽ 47-ാമത്തെ ശ്ലോകം അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരം അശുദ്ധികൾ ഉണ്ടാകാതിരിക്കാൻ ശൂദ്രർ അവരുടെ ബലികർമ്മങ്ങളൊക്കെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രദേശം വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം വേണം ബ്രാഹ്മണൻ അങ്ങോട്ട് പോകാൻ. അല്ലാണ്ട് പോകരുത്. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇത് വരും, അശുദ്ധി വരും. അപ്പോൾ മരണത്തിൻ്റെ ദുഃഖത്തിൽ നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ പോലും ഐത്തത്തിൻ്റെ മതിൽക്കെട്ട് തീർക്കുന്ന ഈ ക്രൂരമായ വിവേചനത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്നുള്ളത്. നിങ്ങളത് മനസ്സിലാക്കണം. ഏഷധർമ്മ സനാതന എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഇതൊരു ഉദാത്തമായ ദർശനമല്ല. ശ്മശാനത്തിൽ പോലും, അതായത് മരിച്ചു കഴിഞ്ഞാൽ പോലും ബ്രാഹ്മണനെയും ശൂദ്രനെയും ദളിതനെയും അവർണനെയും തീണ്ടാപ്പാടകലെ നിർത്താൻ ബ്രാഹ്മണാധികാരം എഴുതി ഉണ്ടാക്കിയ ക്രിമിനൽ നിയമങ്ങളുടെ പേരാണ് സനാതനധർമ്മം എന്നുള്ളത്. അത് നമ്മൾ അറിയണം. അല്ലാണ്ട് ഇതൊരു മഹത്തായ സംഭവം ഒന്നുമില്ല. ഇന്ന് ഇവർ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ വൃത്തികെട്ട സനാതനധർമ്മം തിരികെ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. മനസ്സിലായി? ഈ സാധനം തിരിച്ചു കൊണ്ടുവരണം എന്നാ നേരത്തെ അജീഷ് ബദർ കേൾപ്പിച്ച ക്ലിപ്പിൽ നമ്മൾ ആ കാഷായ വസ്ത്രധാരി പറഞ്ഞ് കേട്ടില്ല. നമ്മുടെ ധർമ്മത്തിൻ്റെ തിരിച്ചുവരവിന് ഒരു തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ. അതിന് കാരണമായി വന്നത് ആനന്ദവനം മഹാമണ്ഡലേശ്വരജിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടായതാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നമ്മൾക്ക് സനാതനധർമ്മ വിശ്വാസികൾക്ക് ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാനുള്ളൊരു അവസരം അദ്ദേഹമായിട്ടാണ് നമുക്ക് വഴികാട്ടിയായി കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റം, സനാതനധർമ്മത്തിൻ്റെ തിരിച്ചുവരവ്.
ഇതാണ് സനാതനധർമ്മത്തിൻ്റെ തിരിച്ചുവരവ്. ഈ വ്യാമോഹവുമായിട്ടാണ് ഇവർ നടക്കുന്നത്. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ഏഷധർമ്മ സനാതന എന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ കൂലിയില്ലാതെ പണിയെടുപ്പിക്കാൻ കുറേ ആൾക്കാരെ കിട്ടും. മനസ്സിലായ? അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ ശ്രമിക്കുന്നത്. മനുഷ്യനെ ജാതിയുടെ പേരിൽ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും വിഭജിച്ച് നിർത്തുന്ന ഈ കരാളമായ, ക്രൂരമായ, മനുഷ്യത്വരഹിതമായ നിയമസംഹിതയുടെ പേരാണ് സനാതനധർമ്മം എന്നുള്ളത്. അപ്പോൾ ഈ ജാതിവരിയാണ് ഇവർ വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കാൻ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു അസംബന്ധം കേരള മണ്ണിൽ വിലപ്പോവില്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഇത് പഴയകാലമല്ല. പഴയകാലം ഇതൊരു ഭ്രാന്താലയമായിരുന്നു കേരളം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മിഷണറിമാരുടെ വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് തന്നെ വെളിച്ചം കടന്നു വന്ന സംസ്ഥാനമാണ്. ധാരാളം അവരെ പിന്തുടർന്നുകൊണ്ട് ധാരാളം പേര് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഇന്നത്തെ കേരളം. ഇതിനകത്തേക്ക് ഈ വൃത്തികേടുകൾ ഇനി വീണ്ടും കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കരുത്, ഒരു വിധത്തിലും സമ്മതിക്കരുത്. ഇത് ക്രിസ്ത്യാനികളുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയണത് നായന്മാർ മുതൽ താഴെയുള്ളവരോടാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ദോഷമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അങ്ങനത്തെ സാധനം എല്ലാവരുടെയും ചിന്തയുണ്ട്. ഇത് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഇത് എന്താണ് പുലയനോ പറയനോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഈഴവർക്ക് അങ്ങനെയുള്ളതൊക്കെ വരുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാവർക്കും ബാധകമാണ്. ഇനി ബ്രാഹ്മണരിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്ത്രീകൾക്ക് ഇത് ഭയങ്കര ദോഷമാണ്. ബ്രാഹ്മണ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 കൊല്ലം മുമ്പത്തെയൊക്കെ ബ്രാഹ്മണ സ്ത്രീകളുടെ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടുത്തെ പുലയരൊക്കെ അവരെക്കാളും ബെറ്ററായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അത്രയും കഷ്ടം അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ജീവിതമായിരുന്നു അവരുടെ. അപ്പോൾ ഇതെല്ലാം മനുഷ്യത്വത്തിനെതിരാണിത്. മനുഷ്യവർഗത്തിന് ദോഷം ചെയ്യുന്നൊരു സാധനമാണ് ഏഷധർമ്മ സനാതന എന്നുള്ള ഈ ഒരു കാര്യം. ഇവർ പറയുന്നത് ഇത് ഒരിക്കലും നന്മയ്ക്കുള്ളതല്ല, മനുഷ്യനെ ഗുണമുള്ളതല്ല. ഈ ഏഷധർമ്മ സനാതനം മഹാഭാരതത്തിലും പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ പറഞ്ഞു, അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, കാരണം അത് വിശദമായിട്ട് പറയേണ്ടത്. അത് വൃത്തികെട്ടൊരു സംഗതിയാണ്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയും. ദൈവം അനുവദിച്ചാൽ പിന്നെ പറയും. ഇപ്പോൾ എനിക്ക് സമയമില്ല, 1 മണിക്കൂറെങ്കിലും വരും അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആർഷവിദ്യാസമാജത്തിലെ ശ്രീ മധുസൂദനൻ പഞ്ചസംസ്കരണത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം. ഇങ്ങനെയുള്ള 5 സംസ്കരണങ്ങളിലൂടെയാണ് സ്വാത്മീകരണം സാധ്യമാക്കുന്നത്. ഇതിന് സ്വാതന്ത്ര്യം നൽകുന്ന സനാതനധർമ്മത്തെ വിമർശിക്കുവാനും അപമാനിക്കുവാനും ശ്രമിക്കുന്നത് ബൈബിൾ പോലെയുള്ള ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയാത്ത ഗ്രന്ഥങ്ങളുമായിട്ട് നടക്കുന്ന ഇത്തരം ടീമാണ്. അഹോ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇത്തരം മോശപ്പെട്ട ആശയങ്ങളുള്ള ഒരിക്കലും തിരുത്താനാവാത്ത പുസ്തകങ്ങളെ മതഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നവരാണ് ഹിന്ദുവിനെ നിന്ദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കേട്ട ക്ലിപ്പിൻ്റെ അവസാന ഭാഗമാണ്. ഇങ്ങനെ അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഞ്ചസംസ്കരണമുണ്ട്, എഡിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നതാണ് അത്. ബൈബിളിലെ വചനങ്ങളെല്ലാം ഒരു മാറ്റവും തിരുത്തലും അസാധ്യമായ പരിഷ്കരണം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒന്നാണ്. ബൈബിളിലെ ഒന്നും നീക്കാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്ന് യോഹന്നാൻ്റെ വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. 22-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ബൈബിൾ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റാത്ത പുസ്തകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കെതിരെ ആരോപണമായിട്ട് കുറ്റാരോപണമായിട്ടാണ് പറഞ്ഞതെങ്കിലും പുള്ളി പറഞ്ഞത് സത്യമാണ്. 100% സത്യമാണ്. ഞാനത് അംഗീകരിക്കുന്നു. 100% സത്യം. കാരണം ഈ മാറ്റം വരാത്തത് എന്താണ്? മാറ്റം വരാത്തത് ഏതോ അതാണ് സനാതനം. അപ്പം അദ്ദേഹം പറയാണ് ഞങ്ങളുടെ പുസ്തകങ്ങളൊന്നും സനാതനമല്ല, അതെപ്പോ വേണമെങ്കിലും മാറ്റാം. പക്ഷെ അത് ഈ പുസ്തകം ഉണ്ടല്ലോ ബൈബിൾ, ഇത് മാത്രമാണ് സനാതന ഗ്രന്ഥം. സനാതനമായ പുസ്തകം, മാറ്റം വരുത്താത്ത ശാശ്വതമായ നിത്യമായി നിലനിൽക്കുന്ന ഗ്രന്ഥമെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. നമുക്കറിയാം, സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദൈവം കഴുതനെ കൊണ്ടുവരെ സംസാരിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? കഴുതനെ കൊണ്ടുവരെ സത്യം പറയിപ്പിച്ചിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെയാണോ ഇദ്ദേഹത്തെ പോലുള്ളവരൊക്കെ? അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് അതാണ് പറയിപ്പിച്ചിരിക്കുന്നത്. ദൈവം സത്യം പറയിപ്പിച്ചതാ. അദ്ദേഹം നമുക്കെതിരെ ആരോപണമായിട്ട് ഉന്നയിച്ചതാണ്. പക്ഷെ വസ്തുത എന്താണ്? സത്യമാണ്. കാരണം ഇവരുടെ പുസ്തകം ഇതിലും വലിയൊരു ചരിത്ര സത്യം ആർക്കും പറയാനില്ല. മനസ്സിലായ? ഇവരുടെ പുസ്തകം തിരുത്തേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഒരു പുസ്തകം തിരുത്തേണ്ടി വരുന്നത്? അതിൽ തെറ്റുള്ളത് കൊണ്ടാണ്, അതിൽ അബദ്ധങ്ങളുള്ളത് കൊണ്ടാണ്, അതിൽ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് തിരുത്തേണ്ടി വരുന്നത്. ഇവർ പറയുന്നത് ഞങ്ങളുടെ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ ഒരു തിരുത്തലും ആവശ്യമില്ലാത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പെർഫെക്റ്റ് ആണെന്നാണ്. അതിൻ്റെ ആവശ്യമില്ല, അത് പരിപൂർണമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുസ്തകം അദ്ദേഹം തന്നെ പറയുന്നത് അതിതാണ് പെർഫെക്റ്റായ ഗ്രന്ഥം. നമുക്ക് അഭിമാനിക്കാം.
ഏതായാലും ഞങ്ങളെക്കാൾ നന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ബൈബിളിലെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഞങ്ങളെക്കാൾ നന്നായിട്ട് അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഒരു ഗ്രന്ഥം അത് ബൈബിളാണെന്ന്. തിരുവചനം പറയുന്നുണ്ടല്ലോ, പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. വെറുതെ പറഞ്ഞതല്ല, അതിങ്ങനെയൊക്കെയാണ്. ഇവർ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് തോന്നുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായ പുസ്തകമൊന്നുമല്ല. ബൈബിളാണ് ഒരേ ഒരു സനാതന ഗ്രന്ഥം എന്ന് സത്യസന്ധമായി പറഞ്ഞ അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിലൂടെ രേഖപ്പെടുത്തുകയാണ്. ഇനി അപ്പുറത്ത് ഇവരുടെ സനാതന ധർമ്മത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് കാറ്റ് വീശുമ്പോൾ പറന്നു പോകുന്ന കരിയില പോലെയാണ് ഇവരുടെയൊക്കെ പുസ്തകങ്ങളിലെ നിയമങ്ങൾ. മനസ്സിലായ? രാജാക്കന്മാർ ഭരിക്കുമ്പോൾ മനുസ്മൃതി, ഹൈന്ദവ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ മനുസ്മൃതി. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ദളിതൻ്റെയൊക്കെ മെക്കിട്ട് കയറാൻ, ശൂദ്രൻ്റെ ചെവിയിൽ ഈ ഒഴിക്കാനൊന്നും ഇവർക്കൊരു ഒരു പ്രശ്നവുമില്ല. പക്ഷേ കാലം മാറി, ബ്രിട്ടീഷുകാരൻ വന്നു, പുറകെ മിഷണറിമാർ വന്നു, ഇന്ത്യൻ പീനൽ കോഡ് വന്നു, വിദ്യാഭ്യാസം, ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പറയാണ്, അയ്യോ ഇത് സംഗതി ശരിയാവില്ല. ഇന്ത്യൻ ഭരണഘടന, അംബേദ്കർ വന്നു, ഇന്ത്യൻ ഭരണഘടന വന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അകത്തിടും. ഇത് അയിത്തം മറ്റുമൊക്കെ ഇന്ന് ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ്, പിടിച്ചകത്തിടും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, അയ്യോ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പഞ്ചസംസ്കരണം നടത്തി, ഞങ്ങൾ എഡിറ്റ് ചെയ്തു, ഞങ്ങളിതേയും വിട്ടു, ഞങ്ങൾ ഡീസൻ്റായി. ഇപ്പോൾ പറയുന്ന അതാ. അപ്പം ഇതാണോ സനാതനം? ആരെങ്കിലും വന്നൊന്ന് കണ്ണുരുട്ടിക്കഴിഞ്ഞാൽ ഇല്ല ഞങ്ങളത് വിട്ടുകളഞ്ഞു എന്ന് പറയുന്നതാണോ? സമൂഹം ചോദ്യം ചെയ്യുമ്പോഴും പോലീസ് വരുമ്പോഴും ഭയന്ന് ഉറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വരുന്ന നിയമങ്ങളെ എങ്ങനെയാണ് സനാതന നിയമങ്ങളെന്ന് അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളെന്ന് വിളിക്കാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. അതിനൊക്കെ വിളിക്കേണ്ടത് അവസരവാദ നിയമങ്ങളെന്നാണ്. ഓരോരോ അവസരത്തിനൊത്തുണ്ടാക്കുന്ന ഓരോരോ നിയമങ്ങൾ. മനുഷ്യനെ ജാതി തിരിച്ച് മൃഗങ്ങളെപ്പോലെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കാൻ വേണ്ടി സവർണർ എഴുതി ഉണ്ടാക്കിയ ഈ ജീർണിച്ച ഗ്രന്ഥങ്ങളെ പഞ്ചസംസ്കരണം എന്ന ഓമനപ്പേരിട്ട് വിളിച്ച് നിങ്ങൾ മാറ്റാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതെങ്ങനെയുള്ള പുസ്തകമാണെന്ന്, ഇതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന്, എത്ര വൃത്തികേടുള്ളതാണെന്ന് നമുക്കെല്ലാം ഇന്നറിയാം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പഞ്ചസംസ്കരണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച നിമിഷം തന്നെ അവരുടെ പുസ്തകങ്ങളുടെ സനാതനത്വത്തെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബൈബിൾ സനാതന ഗ്രന്ഥമാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ ദളിതരാകട്ടെ അല്ലാത്തവരാരും ആകട്ടെ എല്ലാവരോടും പറയാനുള്ളത്, മനുഷ്യനെ വിഭജിക്കുന്ന, മനുഷ്യനെ ദളിതരെന്നും ശൂദ്രനെന്നും അവർണനെന്നും സവർണനെന്നൊക്കെ പറഞ്ഞ് വിഭജിക്കുന്ന, സ്ത്രീകളുടെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള, ഇവരുടെ ഈ കാലത്തിനൊത്ത് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്ന ഇത്തരം പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളാം. എന്നിട്ട് ഇതാ സനാതനമായ ഗ്രന്ഥം, ഇതിനകത്ത് സനാതനനായ ഒരു ദൈവമുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ഈ പുസ്തകം മാത്രമേ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് വാ, ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിലേക്ക് വാ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇവരുടെയൊക്കെ ഈ കരാളഹസ്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവല്ലാതെ മറ്റൊരു ഗത്യന്തരമില്ല. പണ്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് 1934 18 ലക്ഷം ഈഴവർക്ക് ക്രിസ്തു അല്ലാതെ ഗത്യന്തരമില്ല എന്നും പറഞ്ഞു. ഈഴവരോട് മുഴുവൻ മതം മാറാൻ ഈഴവൻ തന്നെ പറയുന്നതാണ്, നമ്മളല്ല. 18 ലക്ഷം ഈഴവർക്ക് ക്രിസ്തു അല്ലാതെ ഗത്യന്തരമില്ല. ഞാൻ പറഞ്ഞു 18 ലക്ഷം ഈഴവർക്ക് എന്നല്ല, ലോകത്തുള്ള ഏതൊരു മനുഷ്യർക്കും ക്രിസ്തു അല്ലാതെ ഗത്യന്തരമില്ല. ക്രിസ്തു മാത്രമേ ഉള്ളൂ ഏകാശ്രയം. അതുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് വരിക, യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. Sakshi Apologetics Network presents Indian Astra 2026 Apologetics Summit and Training. For more details, 9447578930.